ഹലോ മക്കളെ, അപ്പൊ എല്ലാവരും നമ്മുടെ ക്രിസ്മസ് എക്സാം അല്ലെ, സെക്കൻഡ് ടെർമിനൽ എക്സാമിനോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അല്ലെ. സോ ആ ഒരു പീരീഡിലെ നമ്മുടെ എക്കണോമിക്സ് എക്സാം 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പഠിക്കും? അതിൽ ഏറ്റവും വലുത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഒരു ഹിസ്റ്ററി പോലത്തെ, ഒരു പാരാവാരം പോലത്തെ ഒരു വലിയ ടെക്സ്റ്റും, അതിൽ 7 ചാപ്റ്റർ ഒക്കെ നമുക്ക് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചേക്കാണ് അല്ലെ. ഇതെങ്ങനെ പഠിച്ചു തീർക്കും അറിയും അല്ലെ. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മക്കളെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ കീ ഏരിയാസ് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യും. ഒപ്പം തന്നെ 2020 മുതൽ 24 വരെ, ഈ കഴിഞ്ഞ വർഷം വരെയുള്ള മെയിൻ എക്സാംസില് ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മക്കളെ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാതെ ശരിക്കും ഇരുന്ന് കണ്ടോളാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സോ ഈ പോർഷൻ കറക്റ്റ് ആയിട്ട് നോക്കി പോക്കോളാം. മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് 2 ടെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ഉണ്ട്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് സാർ ഇതിനകത്ത് കണ്ട് തരാനായിട്ട് പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാം, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു പോർഷൻസ്, അതായത് 5 ചാപ്റ്റർ ഉണ്ട് അല്ലെ. ഈ 5 ചാപ്റ്റർ അടങ്ങുന്ന ആ ഒരു പോർഷൻസ് നമുക്ക് ഫ്രൈഡേ ആണ് എക്സാം എന്നറിയാലോ. അപ്പോ തേഴ്സ്ഡേ തലേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ലൈവ് ആയിട്ട് പോകുന്നുണ്ട്. ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പോർഷൻ മെയിൻ ആയിട്ട് നോക്കാൻ പോകുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഏതാ ചാപ്റ്റർ എന്നറിയാലോ മക്കളെ? ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതിലെ പ്രധാനപ്പെട്ട ഏരിയാസ്, അതായത് മെയിൻ പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ: ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, സ്റ്റേറ്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, സ്റ്റേറ്റ് ഓഫ് ഒക്യുപേഷണൽ സ്ട്രക്ചർ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രയും പോർഷൻസ് അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ മക്കളെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താ, അതായത് കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞ ആ ഒരു പീരീഡ് മുതൽ ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു പീരീഡില് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, ഇൻഡസ്ട്രിയൽ എങ്ങനെയായിരുന്നു, ഫോറിൻ ട്രേഡ് എങ്ങനെയായിരുന്നു, നമ്മുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, പോപ്പുലേഷൻ, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്, അതെല്ലാം തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ദെൻ ഒക്യുപേഷണൽ സ്ട്രക്ചർ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അതില് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് മക്കളെ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പോർഷൻസ് മാത്രം. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ വാരിക്കോരി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറെ ഇങ്ങനെ വായിച്ചു പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നോക്കി പോക്കോളാം കേട്ടോ. First one, how the colonial government rule affected the industrial sector in India. നമ്മുടെ ഇന്ത്യയിലെ കൊളോണിയൽ സെക്ടർ അല്ലെങ്കിൽ കൊളോണിയൽ റൂള് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ അത് വരാൻ ചാൻസ് ഉള്ളതാണ് മക്കളെ. നോക്കിക്കോ, അതിന്റെ ആൻസേഴ്സ് ആണ്: it led to the decline in industrial Indian handicraft industries which created unemployment. It changed the consumption pattern of people. By the second half of the 19th century, modern industry began, but its progress remained very slow. They established cotton mills in Maharashtra and Gujarat and jute mills in Bengal. Then iron and steel industry was set up in India during the 20th century. മക്കളെ ഇത്രയും പോർഷൻസ് ഇത് കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ട്. ഇത്രയും പോർഷൻസ് നോക്കുക. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ ഇത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 19th അല്ലെങ്കിൽ ഒരു 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേക്കും മോഡേൺ ഇൻഡസ്ട്രി ബിഗാൻ ചെയ്തു. പക്ഷെ അതിന്റെ പ്രോഗ്രസ് വളരെയധികം ലോ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ എന്താ കോട്ടൺ മിൽസ് സ്റ്റാർട്ട് ചെയ്തു, ബംഗാളിൽ ജൂട്ട് മിൽസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളും പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വാസ് സെറ്റ് അപ്പ് ഇൻ 20th സെഞ്ചുറി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നോക്കിക്കോ, അതർ ഇൻഡസ്ട്രീസ് ലൈക്ക് ഷുഗർ, സിമെന്റ്, പേപ്പർ എക്സെട്രാ came up after the Second World War. Capital goods industry in India could not promote industrialization during that period. The growth rate of the new industrial sector and its contribution to the GDP remained very small. Public sector had very limited area of operation in new industrial sector. അപ്പോൾ മക്കളെ, നമ്മുടെ കൊളോണിയൽ റൂള് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക് എന്താ, ഷുഗർ, സിമെന്റ്, പേപ്പർ ഇൻഡസ്ട്രീസ് ഒക്കെ കെയിം അപ്പ് ചെയ്തു.
അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിക്ക് എന്താ ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിക്കാണ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാതെ ഓർത്ത് വെച്ചേക്കുക. Then the growth rate of the new industrial sector and its contribution to the GDP remain very small. ഇത്രയും പോർഷൻസ് ആണ് മക്കളെ ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബേസ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇത്രയും പോർഷൻസ് ഒരു 5 മാർക്കിനൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ മക്കളെ ഇത്രയും പോർഷൻസ് എഴുതേണ്ട ആവശ്യമില്ല. ഒരു 4-5 മെയിൻ പോയിന്റ്സ് മിനിമം അവിടെ എഴുതിയിട്ടുണ്ടായാൽ മാത്രം മതി. സാർ ഇതിനടുത്ത് കൂടുതൽ പോയിന്റ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അടുത്ത നോക്കാം, സ്റ്റേറ്റ് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് മക്കളെ, ഫോറിൻ ട്രേഡിന്റെയാണ് കേട്ടോ. ഈ ഫോറിൻ ട്രേഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ കൊളോണിയൽ പീരീഡ് അഫക്ട് ചെയ്തത്. ഇതാ നോക്കിക്കോ, ക്രിയേറ്റഡ് എ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഓർക്കേണ്ട മക്കളെ, എക്സ്പോർട്ട് സർപ്ലസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അത് പ്രയോജനമാകുന്ന രീതിയിലല്ല വന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പോർട്ട് സർപ്ലസ് എല്ലാം തന്നെ, സർപ്ലസ് എന്ന് പറയുമ്പോൾ അറിയാലോ മക്കളെ, കൂടുതൽ എക്സ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു, ഇമ്പോർട്ടഡ് കുറവാണ്. അപ്പൊ നമുക്ക് എന്താ കൂടുതൽ ലാഭം ഉണ്ടാക്കി എന്നാണെന്ന് പറഞ്ഞു വെക്കണ്ടേ. പക്ഷെ ആ ലാഭം മുഴുവനും നമ്മുടെ കൊളോണിയൽ ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. സോ ദേ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത്. ദേ മക്കളെ, ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത്, ഇതാണ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലൈക്ക് ഫുഡ് ഗ്രെയിൻസ്, ക്ലോത്ത്സ്, കെറോസിൻ എക്സെട്രാ ബിക്കേം സ്കേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള മാർക്കറ്റിൽ എന്ത് പറ്റി, അത്യാവശ്യം വേണ്ട സാധനങ്ങളിലേക്ക് ലഭ്യത കുറവ് വന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. ദെൻ അടുത്ത നോക്കി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, most important contribution of British rule on Indian economy was on the development of infrastructure. Substantiate this statement. മക്കളെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായമാണ് അവിടെ കൊടുക്കേണ്ടത്. സബ്സ്റ്റാൻഷിയേറ്റ്, എക്സാമിൻ, ജസ്റ്റിഫൈ എന്ന രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം, നമുക്ക് അതിന്റെ ആൻസർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെ. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, എഴുതി വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്. എന്തെല്ലാം ചേഞ്ചസ് ആണ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കി, റെയിൽവേ, സ്പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് were developed. Then roads constructed during this period were not fit for the transport. അതായത് റോഡ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഒരു സുഗമമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അത്ര പ്രയോജനമായിരുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. The roads that were built primarily served the purpose of mobilizing the army within India and for shifting raw material from the countryside to the nearest railway station or to the port. The British introduced railways in 1850. അപ്പോൾ മക്കളെ റോഡിന്റെ കാര്യം പറഞ്ഞു, റെയിൽവേസിന്റെ കാര്യം പറയാണ്. 1850s ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ റെയിൽവേസ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നു. അതിനുശേഷമുള്ളത് എന്താ, the volume of India's export trade expanded, but its benefit didn't directly affect the Indian people. The colonial government also took measure for the development of inland trade and sea lane. മക്കളെ inland trade ഉം അതുപോലെ തന്നെ sea lanes ആണ് മറ്റൊരു പോയിന്റ്. Then postal service 1837 postal service introduce ചെയ്തു. Telegraph service also introduced. Then Tata Airlines was established in 1932 and it gave birth to the aviation sector in India. അപ്പോൾ കരയിലും വെള്ളത്തിലും മാത്രമല്ല ആകാശത്തു കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ്, അതായത് കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കോൺസെപ്റ്റിൽ പറഞ്ഞു വെക്കേണ്ടത്. സോ അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അടുത്ത നോക്കാം, യെസ് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. 2020, 21 മുതൽ 24 വരെയുള്ള മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ, അതായത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. മക്കളെ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോ. ഫസ്റ്റ് സെപ്റ്റംബർ 2021 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് എനി 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ ക്രൂഷ്യൽ ഇക്കണോമിക് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. നമ്മുടെ കൊളോണിയൽ പീരീഡിൽ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ ഒരു പീരീഡിൽ ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, ചലഞ്ചസ്: അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ആൻഡ് ബാക്ക്വേർഡേഴ്സ്, അതായത് ഒരു മന്ദഗതി അല്ലെങ്കിൽ ഒരു ഒഴുക്കില്ലാത്ത അവസ്ഥ. ദെൻ അതുപോലെ തന്നെ ബാക്ക്വേർഡ്നെസ്. ദെൻ
സ്ലോ റേറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ വികസനം എന്ന് പറയുന്നത് വളരെ സ്ലോ റേറ്റിലായിരുന്നു. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനസ് ആൻഡ് ലോക്കൽ ഇൻഡസ്ട്രീസ്, നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസ് അതായത് നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വ്യവസായശാലകളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് ലോ ലെവലിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത് കേട്ടോ. സോ ഇതാണ് മെയിൻ ചലഞ്ചസ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ദെൻ അടുത്ത നോക്കി ജൂൺ 2022 ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതായിരിക്കും വരുന്നത്? യെസ്, ലാർജ് എക്സ്പോർട്ട് ഡെഫിസിറ്റ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ലാർജ് എക്സ്പോർട്ട് ഡെഫിസിറ്റ് ആണ്. ദെൻ അടുത്ത നോക്കി ജൂൺ 2022 തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. മക്കളെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഒപ്പം തന്നെ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷൻ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു ഇംപ്രൂവ്മെന്റ് അവിടെ വന്നിട്ടില്ല. അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിക്കോ, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, റവന്യൂ സെറ്റിൽമെന്റ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്, കൺട്രീസ് പാർട്ടീഷൻ, ലോ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ്ഡ് ഇൻഡെപ്റ്റഡ്നെസ്. ഇത്രയും പോർഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കാനുള്ള മക്കളെ. ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെ, നമ്മുടെ ഭൂവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റവന്യൂ സെറ്റിൽമെന്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആയിട്ട് മാറിയെന്നാണ് ഓർത്തു വെക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2022 വന്നൊരു കോൺസെപ്റ്റ് ആണെന്ന് ഓർക്കുക. പക്ഷെ ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നോക്കിക്കോളുക. ദെൻ മാർച്ച് 2023 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ? അതായത് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയില് ഒരു ഇക്വിറ്റി അല്ലെ, ഒരു സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻസ്മെന്റ് ടെക്നോളജി ആണോ, സെൽഫ് റിലയൻസ് ആണോ, ലാൻഡ് റിഫോംസ് ആണോ, ഡൈവേഴ്സിഫിക്കേഷൻ ആണോ? മക്കളെ ഏതായിരിക്കും ആൻസർ? യെസ്, ലാൻഡ് റിഫോംസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ദെൻ അടുത്ത നോക്കാം, 2024 വന്നിട്ടുള്ളതാ. നോക്കിക്കോ, ഇന്ത്യസ് അഗ്രികൾച്ചർ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾ. ഡു യു എഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. മക്കളെ ഈ 6 കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? റിപ്പീറ്റ് വന്നിരിക്കുന്നതാണ്. സാർ നേരത്തെ പറഞ്ഞില്ലേ, ദാ സ്റ്റാഗ്നന്റ്, അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആണെന്ന് പറയാനുള്ള കാരണം ദാ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയാണ്. ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കി പോകുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ അടുത്തത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എടുക്കുകയാണ്. സോ അത്രയും പോർഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഏതാണ്? ഇന്ത്യൻ എക്കോണമി 1950 to 1990. 1950 മുതൽ 1950 മുതൽ 1990 വരെ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു എന്നുള്ള പോർഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. കീ ഏരിയാസ് കേട്ടോ. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് സാർ ഈ കീ ഏരിയയിൽ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കി പോവുക. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അല്ലെ അറിയാലോ. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് അല്ലെ. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. ദെൻ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, നമുക്ക് 3 ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാ? ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി. ദെൻ പ്ലാനിങ്ങിന്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദെൻ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. ഗോൾസ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് 4 ഗോൾസ് ഓർത്ത് വെച്ചേക്കുക. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ദെൻ ഇമ്പാക്ട് ഓഫ് 5 ഇയർ പ്ലാൻസ് ഓൺ അഗ്രികൾച്ചർ. ഈ പറയുന്ന 5 ഇയർ പ്ലാൻസ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ്ങിന്റെ കോൺസെപ്റ്റിലാണ് 5 ഇയർ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ 5 ഇയർ പ്ലാൻസ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ എങ്ങനെയെല്ലാം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മേജർ ഇനിഷ്യേറ്റീവ്സ് ടു അഡ്രസ് ദി ഇഷ്യൂസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ദെൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അത് എങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് നമ്മുടെ IPR 1956 വരുന്നത്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വരുന്നത്. ദെൻ അതിനൊപ്പം തന്നെ ചെറുകിട വ്യവസായം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ട്രേഡിന് അല്ലെ, ഇമ്പാക്ട് ഓഫ് 5 ഇയർ പ്ലാൻ ഓൺ ട്രേഡിന് അതായത് വാണിജ്യം അല്ലെങ്കിൽ കൊമേഴ്സിനെ ഇത് എങ്ങനെയൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ട്, എഫക്ട്സ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ദെൻ ഇത്രയും പോർഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി. ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെയുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണത്. 3 സമ്പദ് വ്യവസ്ഥകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മുടെ ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും
മിക്സഡ് എക്കോണമി പറയുന്നുണ്ട്. ഈ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഡിഫറൻസിയേഷൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദാ നോക്കിക്കോ. അപ്പൊ ക്യാപിറ്റലിസം നിങ്ങൾ വിട്ടു പോകരുത് മക്കളെ. എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് അല്ലെ. അപ്പൊ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. Then the central problems are solved by the market forces of demand and supply. Market forces of demand and supply ആണ് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഇല്ലേ മക്കളെ? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നൽകുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചാണ് അവിടെ അതിനുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ കണ്ടെത്തി വരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then it is based on the price mechanism. Then production is done on the basis of demand. Most efficient means of production would be adopted. That is labor intensive ആണോ ക്യാപിറ്റൽ intensive ആണോ? അതായത് ലേബറിനെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടുള്ളത് വേണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മെഷീൻസും ടൂൾസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക് ആണോ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. Then the distribution of goods and services is based on the individual's purchasing power. ഓരോ വ്യക്തിയുടെയും പർച്ചേസിംഗ് പവറിനനുസരിച്ചായിരിക്കും അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Then aim is profit motive. ഇതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് മക്കളെ. അവരുടെ എയിം അതായത് നമ്മുടെ ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട എയിം, ഒബ്ജക്റ്റീവ്, ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ക്യാപിറ്റലിസത്തിലെ ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നമ്മുടെ സോഷ്യലിസം എന്താണെന്ന് പരിചയപ്പെടാം. സോ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പബ്ലിക് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യലിസത്തിൽ എന്തായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമി അവിടെ തന്നെ ഉണ്ടാകും. ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദ എക്കോണമി ആർ സോൾവ്ഡ് ബൈ ദ പ്ലാനിംഗ് അതോറിറ്റി ഓർ ദി ഗവൺമെന്റ്. പ്ലാനിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഈ സെൻട്രൽ പ്രോബ്ലംസിനുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. Then they decide what goods and services are to be produced in the economy and what technique is to be adopted for the production. അതായത് എന്താണ് ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഏതെല്ലാം ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നെല്ലാം തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഈ പറയുന്ന പ്ലാനിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും. Then the goods and services are distributed among the people based on their needs. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് അവിടെ എന്ത് ചെയ്യുന്നത്? സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. മക്കളെ ഇവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ വെൽഫെയർ അല്ലെ, സാമൂഹ്യ ക്ഷേമമാണ് അവരുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇത്രയും പോർഷൻസ് ആണ് സോഷ്യലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതെ പഠിച്ചു വെക്കുക. ദെൻ അടുത്ത എന്താ? ക്രിട്ടിക്കലി എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമ്മുടെ ഇന്ത്യയിലെ ചെറുകിട വ്യവസായത്തെ കുറിച്ച് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഈ ക്രിട്ടിക്കലി എക്സാം ചെയ്യാന്ന് പറയുമ്പോൾ മക്കളെ ഓർത്തു വെച്ചോളം, ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാല് അപ്പോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണെന്ന് പറയാ, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം അവിടെ പറഞ്ഞോളാം. അതാണ് ക്രിട്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചോളണം. അതാണ് നമുക്ക് നോക്കാം എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ദ ഗവൺമെന്റ് അപ്പോയിന്റഡ് കാർവേ കമ്മിറ്റി ഇൻ 1955 ടു കമൻഡ് ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമങ്ങളുടെയൊക്കെ വികസനത്തിന് വേണ്ടിയിട്ട് കാർവേ കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് 1955 അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണിത്. Then the small scale industry is defined in terms of the maximum investment allowed on the assets of a unit. The limit has been revised over the years. In 1950 it was 5 lakh and presently it is 5 crore. മക്കളെ ഇതാണ് മറ്റൊരു പോയിന്റ് കേട്ടോ. 5 ലക്ഷമായിരുന്നു ആദ്യം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്രയാ? 5 കോടിയാണ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിനിമം 5 കോടിയെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ മാക്സിമം 5 കോടി വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അത്രയുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. Then these industries are more labor intensive, therefore it generate more employment. അപ്പൊ മക്കളെ ഓർത്തു വെച്ചേക്ക, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അത് വേറെ ഒന്നുമില്ല, ലേബർ ഇന്റൻസീവ് ആണ്. ഇങ്ങനെയുള്ള ചെറുകിട വ്യവസായങ്ങളിൽ അത് കൂടുതലും യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത് ലേബേഴ്സിനെ, തൊഴിലാളികളെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നതാണ്. അതുകൊണ്ടാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത പോയിന്റ് നോക്കിയേ. As these industries cannot compete with the big industries, the production of a number of products were reserved
for the small scale industries. ദേ നോക്കിയ മക്കളെ, പ്രൊഡക്ട്സ് were reserved എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ഏത് പ്രൊഡക്റ്റ് ആണോ കോമ്പീറ്റ് ചെയ്യുന്നത്, ഇവർ ഏത് പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡക്ഷന്, ആ പെർട്ടിക്കുലർ പ്രൊഡക്ട്സിന് റിസർവേഷൻ കൊടുക്കുവാണ്. അതായത് ഇവർ ഇത് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈ പ്രൊഡക്റ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി, ബിഗ് ഇൻഡസ്ട്രീസ് വേറെ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, വേറെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് റിസർവേഷൻ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ വന്നിട്ടുണ്ട്. Then they were also given lower excise duty and bank loans at a lower interest rate. ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് എല്ലാം തന്നെ ആ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാനും കൂടുതൽ ആൾക്കാർ ചെറുകിട വ്യവസായത്തിലേക്ക് എത്തിച്ചേരാനും കൂടി വേണ്ടിയിട്ടാണ് ലോ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതും ബാങ്ക് ലോൺസ് കൊടുക്കുന്നതും എക്സൈസ് ഡ്യൂട്ടീസ് ഒക്കെ കുറച്ചു കൊടുക്കുന്നതും അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കേട്ടോ. അത് ഓർത്തു വെച്ചേക്കുക. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് നോക്കാം. യൂസസ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി വിച്ച് ക്രിയേറ്റ്സ് മെനി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. Capital required is low and hence suitable for a capital scarce country like India. അപ്പോൾ മക്കളെ, ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യുന്നത്, ലേബർ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ ക്യാപിറ്റൽ സ്കേഴ്സ് ആയിട്ടുള്ള, അതായത് മെഷീൻസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു കൺട്രീസിൽ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി കൂടിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായം എന്ന് പറയുന്നത്. Then it promotes development of rural areas, mostly uses locally available inputs and hence they don't have to depend on imports. അപ്പോ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്സ് അല്ലെ, റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. Then small scale industries are considered to be efficient because it is easier to manage, mostly uses eco-friendly technologies and hence low levels of pollution. Strong linkage with the agriculture sector promotes employment of agriculture. So മക്കളെ, ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. ദെൻ അടുത്ത നോക്കിയ ഡിസ്അഡ്വാൻറ്റേജ് ആണ്, ക്രിട്ടിക്കൽ എക്സാം എന്നല്ലേ പറഞ്ഞേക്കണേ, അപ്പൊ ഡിസ്അഡ്വാൻറ്റേജ് കൂടി കയറ്റി വെച്ചേക്കുക. ഇൻക്രീസ് physical burden of the government due to subsidies and concession. അതായത് ഓൾറെഡി പറഞ്ഞു ലോ റേറ്റിൽ ബാങ്ക് ലോൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ എക്സൈസ് ഡ്യൂട്ടീസ് ഒക്കെ ലോവർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിലോ ഗവൺമെന്റ് അതൊരു ബേർഡൻ ആയിട്ട് മാറും, അതാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ ഇൻ കേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് ചില ചെറുകിട വ്യവസായങ്ങളുടെയൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അൺഎബിൾ ടു എൻജോയ് economies of scale, difficult to obtain bank credit, power supply etc, especially in backward regions. അതായത് മാറ്റി നിർത്തപ്പെട്ട കുറച്ച് വിഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്, ബാക്ക്വേർഡ് റീജിയൻസ് ആയിക്കോട്ടെ, ബാക്ക്വേർഡ് കാസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. സോ അവർക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള രീതിയിൽ ബെനിഫിറ്റ്സ്, ഇതിന്റെ പ്രാധാന്യം ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതും ഇതിന് മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു വെക്കാം. സോ മക്കളെ, ഇത്രയും പോർഷൻസ് ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ദെൻ അടുത്ത നോക്കാം, എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വിത്ത് ആൻസേഴ്സും കൂടി ഉണ്ടാവും, നോക്കിക്കോളുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 2021 മുതൽ 2024 വരെയുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 2021 സെപ്റ്റംബർ 2021 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. Two major policy reforms were implemented in independent India for promoting equity in the agriculture sector during 1950s. Explain them. അതായത് നമ്മുടെ 1950s ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് അഗ്രികൾച്ചർ സെക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അഗ്രികൾച്ചർ സെക്ടറിലെ ഇക്വിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് 2 പോളിസി റിഫോംസ് ആണ് മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? യെസ്, ഫസ്റ്റ് വൺ ആണ് ലാൻഡ് റിഫോംസ്, പിന്നെ അതിനൊപ്പം തന്നെ ലാൻഡ് സീലിംഗ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ ഉള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ. സോ മക്കളെ, ലാൻഡ് റിഫോംസ് എന്താ? ലാൻഡ് റിഫോം എന്ന് വെച്ചാൽ അതായത് ഭൂനികുതിയിൽ അല്ലെങ്കിൽ ഭൂ ഉടമയിലുള്ള കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലാൻഡ് റിഫോംസിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ കോൾഡ് ഫോർ ലാൻഡ് റിഫോംസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. അതായത് ഭൂനികുതിയിലും മറ്റു കാര്യങ്ങളിലും ഭൂ ഉടമകളിലും കൈവശം വെക്കുന്നതിലുള്ള കാര്യത്തിൽ എല്ലാത്തിലും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലാൻഡ് റിഫോംസ്. It involves transferring of the ownership of the land holdings and abolishing intermediaries like zamindars, jagirdars etc, and to make the tillers the owners of the land. അതായത് ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ഫാർമേഴ്സിന്റെയും ലാൻഡിന്റെയും ഇടയിൽ ഉണ്ടായിരുന്ന ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാസ്, ജാഗിർദാസ് അവരെല്ലാം മാറ്റിക്കൊണ്ട് ഓണർഷിപ്പ് ആരാണോ പണിയെടുക്കുന്നത് അവരിലേക്ക് കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് കൂടിയാണ് ലാൻഡ് റിഫോംസ് വന്നിട്ടുള്ളത്. അതിന്റെ കീ ആയിട്ടുള്ള ഏരിയാസ് ആണ് 3 പോയിന്റ് ഇവിടെ സാർ കൊടുത്തിരിക്കുന്നത്. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്,
distribution of land to the tiller, redistribution of surplus land among the landless. ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് മക്കളെ ഓർത്തു വെച്ചേക്കുക. Then അടുത്തത് land ceiling ആണ്. Another policy to promote equity in agriculture sector. It means fixing the maximum size of land which could be owned by an individual. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന മാക്സിമം അല്ലെ മാക്സിമം ലാൻഡിന്റെ സൈസ് ആണ് ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാക്സിമം ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. So it means fixing the maximum size of land which could be owned by an individual. Its main intention was to reduce the concentration of land ownership in a few hands. അതായത് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ ആൾക്കാരുടെ കയ്യിൽ മാത്രമായിട്ട് ഏക്കർ കണക്കിനായിരിക്കും എന്തുണ്ടാവുന്നത് ലാൻഡ് ഉണ്ടാകുന്നത്. അപ്പോ കുറെ ആൾക്കാർക്ക് എന്തില്ല സ്വന്തമായിട്ട് ഭൂമിയില്ല. അപ്പൊ അവർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. സോ അത് മാറ്റിക്കൊണ്ടാണ് ഇക്വിറ്റി സമത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് സീലിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരം പോർഷൻസ് കറക്റ്റ് ആയിട്ട് മക്കൾ ഓർത്തു വെച്ചേക്കാം. ദെൻ അടുത്തതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. അതായത് ഹരിത വിപ്ലവത്തിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗ്രീൻ റെവല്യൂഷൻ. ഇറ്റ് റെഫേഴ്സ് ടു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ത്രൂ ദി അഡോപ്ഷൻ ഓഫ് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസ് ഡ്യൂറിംഗ് ദി പീരീഡ് 1964 to 65. അതായത് 1964 65 ഇടയിൽ ഇന്ത്യയിലെ അഗ്രികൾച്ചറിൽ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ 1967-68 it started first in states of പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട്. അതായത് ഫസ്റ്റ് ഫേസില് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ബെനിഫിറ്റ് വാസ് കൺഫൈൻഡ് ടു വീറ്റ് പ്രൊഡ്യൂസിംഗ് ഏരിയാസ്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗോതമ്പിനാണ് ഇത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. Then the second phase focused the application of new agriculture strategy to more states and the benefits spread to regions producing not only wheat but also other crops like rice, maize, etc. അപ്പോൾ സാറ് പറഞ്ഞല്ലോ ഫസ്റ്റത്തെ ഫേസിൽ ഇവർ കൂടുതലും ഫോക്കസ് കൊടുത്തിട്ടുള്ള വീറ്റിനാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിൽ വേറെ കുറെ സ്റ്റേറ്റ്സിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം അതിനോടൊപ്പം തന്നെ വേറെ നമ്മുടെ റൈസ്, മെയ്സ് എന്നുള്ള കോൺസെപ്റ്റുകൾ കൂടി പുതിയ സീഡ്, പുതിയ ക്രോപ്പുകൾ കൂടി ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. വിത്ത് അഗ്രികൾച്ചർ സ്ട്രാറ്റജിയെ കൂടി ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയെ കൂടി അവരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ നോക്കി വെക്കേണ്ടത്. ദെൻ അടുത്ത നോക്കിയ മക്കളെ ബെനിഫിറ്റ്സ് ആണ്. ഗ്രീൻ റെവല്യൂഷന്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്തു വെച്ചേക്കുക അത് എന്താണെന്ന് ആദ്യം ഇത്, പിന്നെ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജും അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതേ നോക്കിയാൽ മക്കളെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. Timely and adequate credit facilities to farmers help them in procuring the package of inputs required for use on the fields, resulting in increased agricultural production. മക്കളെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ടൈംലി ആൻഡ് adequate credit facilities കൊടുക്കുക. ഇത്രയും പോർഷൻ ആണ്, ഈ ഒരു പോർഷൻ ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. അത് എന്തിന്റെ കോൺസെപ്റ്റിലാണെന്നുള്ളതാണ് സാർ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, the increased or this increase of farmers earnings as the agriculture now become commercial. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ട് തുടങ്ങി. HYD സീഡ്സ്, ഹൈ yielding varieties of seeds ആണ് ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ കൂടുതൽ ക്വാളിറ്റി ഉള്ള നല്ല ക്വാണ്ടിറ്റി അല്ലെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ, കൂടുതൽ ഔട്ട്പുട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വിൽക്കും അല്ലെ. ഇങ്ങനെ വിറ്റ് അവർ കൊമേഴ്ഷ്യലി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഏബിൾ ആകാനായിട്ട് തുടങ്ങി എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇറ്റ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്, ഇന്ത്യ അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ് ആൻഡ് റിഡ്യൂസ് ഇറ്റ്സ് ഡിപെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ്. അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മറ്റ് കൺട്രീസുമായിട്ടുള്ള ഡിപെൻഡൻസ് നമുക്ക് അവിടെ കുറയ്ക്കാൻ സാധിച്ചു. അതായത് അരിക്ക് വേണ്ടിയും ഗോതമ്പിന് വേണ്ടി നമുക്ക് വേറെ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ കുറഞ്ഞു വന്നു. നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഗ്രീൻ റെവല്യൂഷന്റെ ബെനിഫിറ്റ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. Then the government provided loans at a low rate of interest. The fertilizers and high yielding varieties of seeds were subsidized. അപ്പോ കൂടുതൽ ആൾക്കാരെ ഗ്രീൻ റെവല്യൂഷനിലേക്ക് ഹരിത വിപ്ലവത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സബ്സിഡീസ് കൊടുത്തു. ദെൻ ഫെർട്ടിലൈസേഴ്സിനും ഹൈ yielding variety of seeds, HYV സീഡ്സിനൊക്കെ സബ്സിഡീസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ആൾക്കാർ അതിലേക്ക് അട്രാക്ട് ചെയ്ത് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് അങ്ങനെ ചെയ്തത്. സോ ഇത്രയും പോർഷൻസ് ആണ് ബെനിഫിറ്റ്സ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത് മക്കളെ. ദെൻ ഡ്രോബാക്സിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്സ്, പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ.
ഫസ്റ്റ് വൺ, ഗ്രീൻ റെവല്യൂഷൻ ഹാസ് ബെനിഫിറ്റഡ് ദ റിച്ച് ഫാമേഴ്സ് കോസ്ഡ് ഇൻകം ഡിസ്പാരിറ്റി. അതായത് ഗ്രീൻ റെവല്യൂഷന്റെ ആശയങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിലും അത് കൂടുതലായും ഉപയോഗിച്ചിട്ടുള്ളത് ആരായിരുന്നു? കൂടുതൽ പണമുള്ള, അതായത് റിച്ച് ഫാമേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇൻകം ഡിസ്പാരിറ്റി, അതായത് വേതനത്തിന്റെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്ക്രിമിനേഷൻസ് വരാനായിട്ട് തുടങ്ങിയതാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഹാവ് ഇൻക്രീസ്ഡ്. പ്ലേസിന്റെ ബേസിൽ, അതായത് റീജിയൻ, റൂറൽ ആയിക്കോട്ടെ, അർബൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസ് ആയിക്കോട്ടെ, ബാക്ക്വേർഡ് റീജിയൻസ് ആയിക്കോട്ടെ, അതിന് തമ്മിലുള്ള അന്തരം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. ഡിസ്പാരിറ്റീസ് അവിടെ ഇൻക്രീസ് ചെയ്തു. Then the HYV seeds were more prone to attack from insects and pests and hence there was high risk involved. അതായത് റിസ്ക്, ഈ പറയുന്ന HYV seeds കൂടുതലായിട്ട് നമ്മുടെ ഇൻസെക്ട്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രോൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെയധികം കൂടുതലായിരുന്നാണ് പറഞ്ഞു വെക്കുന്നത്. Then excessive use of chemical fertilizers, pesticides and insecticides have adversely affected the quality of soil. നമ്മൾ ഇതിനകത്ത് HYV സീഡ്സിൽ അവർ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ഉണ്ട്, എന്താ, കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സിന് യൂസ് ചെയ്യുന്നുള്ളൂ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അതെല്ലാം തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മളല്ലേ കഴിക്കുന്നത്, അപ്പൊ അതിന്റെ നമുക്കും ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന കോൺസെപ്റ്റ് സോയിലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മണ്ണിന്റെ ഫലഭൂഷ്യം നഷ്ടപ്പെടില്ലേ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി ഓഫ് സോയിൽ അവിടെ എന്ത് ചെയ്തു, അഡ്വേഴ്സ്ലി affect ചെയ്തിട്ടുണ്ട്. Then benefits of green revolution were confined to cereals, mainly rice and wheat. Pulses were ignored. അതായത് പയറുവർഗ്ഗങ്ങളെ എല്ലാത്തിനെയും തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചിട്ടില്ല. മെയിൻ ആയിട്ട് ഈ പറയുന്ന റൈസ്, വീറ്റ്, അരി, ഗോതമ്പ് എന്നുള്ള കോൺസെപ്റ്റുകളെ മാത്രം, ക്രോപ്സിന് മാത്രമേ ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ ഒരു നെഗറ്റീവ് പോയിന്റ് പറഞ്ഞു വെക്കേണ്ടത്. Then excessive utilization of water resources. മക്കളെ, ഇത് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് കൂടുതലായിട്ട് എന്താ, വാട്ടർ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. അതായത് കൂടുതൽ ജലം ഇതിന് ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. Then rapid fall in the underground water level and destruction of the biodiversity. അപ്പോ വാട്ടർ റിസോഴ്സസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഭൂഗർഭ ജലമൊക്കെ അതിന്റെ ലഭ്യത തന്നെ ഇവിടെ കുറയാനായിട്ട് തുടങ്ങിയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മൊത്തത്തിൽ ഡിസ്ട്രക്ട് ചെയ്യാനും ഇത് കാരണമായിട്ടുണ്ടെന്നും കൂടി ഡ്രോബാക്സിൽ പറഞ്ഞു വെച്ചേക്കുക. സോ നെക്സ്റ്റ് 2022 ജൂൺ 2022 വന്നിട്ട് ഒരു കോൺസെപ്റ്റ് നോക്കാം. എന്താ ചോദ്യം? ലിസ്റ്റ് ദ ഗോൾസ് ഓഫ് ഫയർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ. മക്കളെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2022 മുതൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വരും, നോക്കിയിരുന്നു. സോ ഗോൾസ് ഓഫ് ഫയർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഫയർ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ദാ നോക്കിക്കോ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ 4 പോയിന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, മറക്കാതെ പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് മക്കളെ. ദെൻ അടുത്ത നോക്കിക്കോ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. റിപ്പീറ്റ്, കണ്ട, റിപ്പീറ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നോക്കിയ സാറോട് ഓൾറെഡി തന്നിട്ടുള്ളതുകൊണ്ട് ആ സെപ്റ്റംബർ 2021 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക മക്കളെ, മറക്കാതെ കാണുക കേട്ടോ. ദെൻ അടുത്ത് നോക്കാം, 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എന്താണ്? ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തത്? ഏത് വർഷമാണ് മക്കളെ? യെസ്, 1950. 1950ലാണ് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പക്ഷെ ഫസ്റ്റ് ഫയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ 1951 മുതൽ 56 വരെ. ഈ ഒരു പീരീഡിലാണ് ഫസ്റ്റത്തെ നമ്മുടെ ഫയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫയർ പ്ലാൻ 1951 to 56, 5 വർഷം വെച്ച് കൂട്ടി പോയാൽ മതി കേട്ടോ. ദെൻ അടുത്ത് നോക്കി, മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നതാണ് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക്. ചാപ്റ്ററിന്റെ പേര് അറിയാലോ മക്കളെ? യെസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. അപ്പോ ഈ 3 കോൺസെപ്റ്റുകളുടെയും ബേസിലുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മക്കളെ. സോ കീ ഏരിയാസ് നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട പോർഷൻസ് ഏതൊക്കെയാണെന്നാണ് സാറോട് പറയുന്നത്. ലിബറലൈസേഷൻ. സോ ഫസ്റ്റ് ലിബറലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ലിബറലൈസേഷൻ എന്താണെന്ന് അറിയാലോ മക്കളെ? യെസ്, അതായത് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി ലിബറൽ ആക്കുകയാണ്, ഫ്രീ ആക്കുകയാണ്. എക്കോണമിനെ ഫ്രീ ആക്കുന്ന കോൺസെപ്റ്റ് ആണ് ലിബറലൈസേഷൻ. അത് ഏതെല്ലാം ഫീൽഡുകളിൽ, ഏതെല്ലാം സെക്ടറുകളിൽ അത് അഫക്ട് ചെയ്തിട്ടുണ്ട്? അതേ നോക്കി, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്, ഡീറെഗുലേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ 2 കോൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഡീ ലൈസൻസിങ് ആൻഡ് ഡീ റിസർവേഷൻ. ദെൻ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്.
റിഫോംസ്. ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഏതെല്ലാം ഇൻഡസ്ട്രീസിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഡി ലൈസൻസിങ് ആണ്, ദെൻ ഡി റിസർവേഷൻ ആണ്. ഡി ലൈസൻസിങ് പറയുമ്പോഴത്തേക്കും നേരത്തെ ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടായിരുന്ന കുറെ ഇൻഡസ്ട്രീസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ മാറ്റി വേറെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ആ സെയിം പ്രൊഡക്ഷൻ നടത്താമെന്നുള്ള കോൺസെപ്റ്റ് വന്നു. പക്ഷേ എക്സെപ്റ്റ് കുറച്ച് ഏരിയാസോടെ പറഞ്ഞിട്ടുണ്ട്, അതൊരു കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. ദെൻ ഡി റിസർവേഷൻ ആണ്. അതായത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ മക്കളെ, അവർക്ക് ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മത്സരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ചില പ്രൊഡക്റ്റുകൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ പറയുന്ന ലിബറലൈസേഷൻ വന്നപ്പോഴത്തേക്കും ആ റിസർവേഷൻ എന്ത് ചെയ്തു? എടുത്തു മാറ്റി. അതാണ് ഡി റിസർവേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആയിക്കോട്ടെ. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് പറയുമ്പോൾ RBI യുടെ കോൺസെപ്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. RBI എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ ഒരു റെഗുലേറ്ററിൽ നിന്നും ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറ്റി. അതായത് മെയിൻ റോൾ ഇപ്പൊ RBIക്ക് ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മുടെ ലിബറലൈസേഷൻ പോളിസിയിലൂടെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ വന്നിരിക്കുന്നത്. ദെൻ ടാക്സ് റിഫോംസ്. ടാക്സിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്? ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ എന്താ മക്കളെ? പ്രൈവറ്റൈസേഷൻ ആണ്. പ്രൈവറ്റൈസേഷൻ പറയുമ്പോഴത്തേക്ക് ഓർത്ത് വെച്ചിരിക്കുക, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുകയാണ്, സെല് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആക്കുകയാണ്. ദെൻ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയെ മാത്രമല്ല വേൾഡിനെ മൊത്തത്തിൽ ഒരുമിച്ച് ഒറ്റ ഒരു ഇതാക്കി മാറ്റും, ഗ്ലോബലൈസ് ചെയ്യുകയാണ് അല്ലെ. അപ്പോ റിമൂവിംഗ് ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ദ കൺട്രീസ്. അതായത് കൺട്രീസ് തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന വാണിജ്യവുമായി ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ എല്ലാത്തിനെയും തന്നെ എന്ത് ചെയ്യാണ്? മാറ്റിയാണ്, റിമൂവ് ചെയ്യാണ്. അതാണ് ഗ്ലോബലൈസേഷൻ പറയുന്നത്. ദെൻ ഔട്ട്സോഴ്സിംഗ് ആണ് എന്ത് പഠിക്കാനുള്ള മെയിൻ പോർഷൻ. ഔട്ട്സോഴ്സിംഗ് പറയുമ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഒരു സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അതിന് മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് കൺട്രീസിലും എന്ത് ചെയ്യാം? ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺസെപ്റ്റ് കൂടി ഈ ഔട്ട്സോഴ്സിംഗിൽ പറയുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് WTO. ഇത് എന്താണെന്ന് പഠിക്കുക, അതിന്റെ എയിംസ് ചോദിക്കും. എയിംസ് ഓഫ് WTO ഒബ്ജക്റ്റീവ് ആകാം, എയിംസ് ആകാം, എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് അവിടെ നോക്കി വെക്കേണ്ടത്. Then Indian economy doing the reforms and appraisal. മക്കളെ, ഈ ഒരു കോൺസെപ്റ്റ് വന്നതിന് ശേഷം LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG 1991 വന്നതിന് ശേഷം ഇന്ത്യയിലെ ഓരോ ഫീൽഡിലും വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോത്ത് ഇൻ GDP, ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത്, ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചർ സെക്ടറിലെ റിഫോംസ്, ഇൻഡസ്ട്രിയൽ റിഫോംസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ദെൻ ഫിസ്ക്കൽ പോളിസിയിൽ ഉണ്ടാകുന്ന റിഫോംസ് എന്തൊക്കെയാണ്. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ LPG വന്നതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. സോ മക്കളെ, ഇത്രയും പോർഷൻസോട് കൂടി തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡിസ്കസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂ ടു ലിബറലൈസേഷൻ പോളിസി. ലിബറലൈസേഷൻ പോളിസി കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ കീ ഏരിയസ് പറഞ്ഞില്ലേ മക്കളെ, അതിൽ കൊടുത്തിട്ടുള്ള മെയിൻ പോർഷൻ തന്നെയാണ്. നോക്കിക്കോ. ഡി ലൈസൻസിംഗ്. ദ ലൈസൻസിംഗ് പോളിസി വാസ് അബോളിഷ്ഡ് ഫോർ ഓൾ ഇൻഡസ്ട്രീസ് except കണ്ടല്ലോ മക്കളെ, except for new hazardous and strategic industries. The industries which continue to require license were alcohol, drugs and pharmaceuticals, cigarettes, electronics, aerospace, industrial explosives, hazardous chemicals. The private sector was freed from the license raj. മക്കളെ, ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട കാര്യം എന്താ? ഡി ലൈസൻസിങ് ആണ്. അതായത് ലൈസൻസിങ് പോളിസി എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. പക്ഷെ കുറച്ച് കാര്യങ്ങൾക്ക്, കുറച്ച് ഫീൽഡില് ഇപ്പോഴും ലൈസൻസ് വേണമെന്ന് പറഞ്ഞത്. എക്സെപ്റ്റ് ഫോർ ന്യൂ ഹസാർഡസ് ആൻഡ് ഫ്യൂ ഹസാർഡസ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ്. ഈ കൊടുത്തിരിക്കുന്ന പോർഷൻസ് ഒക്കെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മാത്രം എന്തില്ല? ലൈസൻസിങ് മാറ്റിയിട്ടില്ല. ബാക്കിയുള്ള ഏരിയാസിനൊക്കെ ലൈസൻസിങ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു, മാറ്റിവെച്ചു, നിർത്തലാക്കി എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത നോക്കി, ഡി റിസർവേഷൻ ആണ്. ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ വാസ് റിഡ്യൂസ്ഡ്. Private sector was given freedom of enterprise in all the arenas except defense equipment, railways and atomic energy. So reservation കാര്യോട് പറഞ്ഞിട്ടുണ്ട്. ചില ഏരിയാസ്, ചില ഫീൽഡുകൾ അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പബ്ലിക് സെക്ടർ മാത്രമേ അത് ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് കൂടി അവിടെ പറയുന്നുണ്ട്. Then many of the goods were which were reserved for small scale industries were de-reserved. ഇതാണ് സാർ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന, റിസർവ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യാം? അത് ഡി റിസർവ് ചെയ്തു. ബാക്കിയുള്ള മറ്റ് ഇൻഡസ്ട്രീസിലൂടെ അത് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു വെച്ചു. ദെൻ പറയുന്നത് എന്താ മക്കളെ?
In many industries, the market has been allowed to determine the prices. മാർക്കറ്റിന് തന്നെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഫാർമേഴ്സിനല്ല, മാർക്കറ്റിന്. ആ സിറ്റുവേഷൻ എന്താണോ, ഇപ്പൊ സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ പ്രൊഡക്റ്റുകളുടെയും പ്രൈസിൽ ചേഞ്ച് വരുത്താനുള്ള റൈറ്റ് ആ മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലൂടെ വന്നിട്ടുള്ള മറ്റ് ചേഞ്ചസ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത് കേട്ടോ. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ചേഞ്ചസ് that happen in financial sector due to liberalization policy. നോക്കിയാൽ മക്കളെ, നേരത്തെ ചോദിച്ചുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിനാൻഷ്യൽ സെക്ടറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ ലിബറലൈസേഷൻ പോളിസി വന്നപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട് നോക്കാം. Financial sector includes financial institutions like commercial banks, investment banks, stock market and foreign exchange market. Then financial sector reforms include reduction in the role of RBI. RBI was to act as a facilitator in the financial sector and not as regulator. അപ്പോൾ റെഗുലേറ്ററിൽ നിന്നും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറ്റി. അതാണ് RBI യുടെ ഒരു ചേഞ്ച് ഇവിടെ പറയുന്നത്, ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു ചേഞ്ച് ആയിട്ട് പറയുന്നത്. റിഡക്ഷൻ ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ടു റിലീസ് ഫണ്ട്സ് ലോക്ക്ഡ് അപ്പ് വിത്ത് RBI. മക്കളെ, CRR SLR ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. CRR ഉം SLR എന്താണെന്ന് വെച്ചാൽ, ഒരു ഗവൺമെന്റ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകള് RBI സെക്യൂർ ചെയ്യേണ്ട, റിസർവ് ചെയ്ത് വെക്കേണ്ട എത്ര പെർസെന്റേജ് ഓഫ് റിസർവ് ആണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്തു, അതിന്റെ പെർസെന്റേജ് റെഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? അതായത് നേരത്തെ കുറച്ച് കൂടുതൽ എമൗണ്ട് RBI കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും കൊടുക്കേണ്ട, ആ എമൗണ്ട് കൂടി നേരത്തെ കൊടുത്തിരുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ലോൺ എടുക്കാനായിട്ട് കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വന്നു. ഇതാണ് മറ്റൊരു റിഫോം ആയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ എന്തൊക്കെയുള്ള ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ എന്ത് ചെയ്തു, ഡീറെഗുലേറ്റ് ചെയ്തു. ദെൻ ദ ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിംഗ് പോളിസി വാസ് ലിബറലൈസ്ഡ്. അതായത് ബാങ്കുകൾക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു, ലിബറലൈസ് ചെയ്തു, കുറച്ചു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ദെൻ ബാങ്കിങ് സെക്ടർ വാസ് ഓപ്പൺ ടു പ്രൈവറ്റ് സെക്ടർ. മെനി ന്യൂ ജനറേഷൻ ബാങ്ക്സ് ബോത്ത് ഇന്ത്യൻ ആൻഡ് ഫോറിൻ സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ. അപ്പോ ബാങ്കിങ് സെക്ടറിൽ പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ കൂടി ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള കോൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. Then foreign institutional investors FII like pension fund, mutual fund, merchant bankers were allowed to invest in Indian financial market. So ഇത്തരം കോൺസെപ്റ്റുകളിലൂടെയാണ് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിന്റെ കോൺസെപ്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്. ഇത്രയും ചേഞ്ചസ് ആണ് നമ്മുടെ ലിബറലൈസേഷൻ പോളിസിയിലൂടെ ഫിനാൻഷ്യൽ സെക്ടറിൽ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് WTO ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. WTO എന്താണ്? WTO പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് മക്കളെ നോക്കിക്കോ. It was founded in 1995 as a successor organization to the General Agreement on Trade and Tariff. അതായത് നമ്മുടെ GATT ഗാട്ട്, ഈ ഗാട്ടിന് പകരം വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉള്ള കോൺസെപ്റ്റ്. ദെൻ അതിന്റെ എയിംസ് നോക്കിക്കോ, റിഡക്ഷൻ ഓഫ് ട്രേഡ് ബാരിയേഴ്സ് ടു ലിബറലൈസ് വേൾഡ് ട്രേഡ്, ദെൻ സെർവ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ കൺട്രീസ് ടു റേസ് their concerns regarding the trade, to enlarge production and trade of services, to ensure optimum utilization of world resources, to protect the environment, to provide greater market access, then equal opportunities to all countries for participating in the international market. അപ്പോൾ മക്കളെ, മെമ്പേഴ്സ് ആയിട്ടുള്ള, അതായത് ഇതൊരു ഓർഗനൈസേഷൻ ആണ് WTO. ഈ ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിനെല്ലാം തന്നെ മാക്സിമം എന്താ അഡ്വാൻറ്റേജ് കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവരുടെ എയിം ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുക, ട്രേഡ് ബാരിയേഴ്സ് അവിടെ റെഡ്യൂസ് ചെയ്യുക, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക, അത് മാറ്റിക്കളയുക. അങ്ങനെ എത്രയും സുഗമമാക്കാൻ പറ്റുമോ അത്രയും സുഗമമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് അവിടെ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് WTO എയിംസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെമ്പർ കൺട്രീസിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് അടുത്തതിൽ പോകാം. എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേജർ എക്സാം ക്വസ്റ്റ്യൻസ്, അതായത് നേരത്തെ വന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിന്റെ ആൻസേഴ്സ് കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദാ നോക്കിക്കോ, 2021 സെപ്റ്റംബറിൽ വന്നിട്ടുള്ള എക്സാമിന്റെ ബേസിൽ ഏതെല്ലാം പോർഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Which of the following is known as World Bank? ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് വേൾഡ് ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് ബാങ്ക് മക്കളെ, ഇതും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ,
വേൾഡ് ബാങ്ക്. ഏതായിരിക്കും ആൻസർ? IBRD, അതായത് ഇന്റഗ്രേറ്റഡ് ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേര്, IBRD. മക്കളെ ഓർത്തു വെച്ചോ, വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. അടുത്ത നോക്കിയേ, ലിസ്റ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO. 2 ഒബ്ജക്റ്റീവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നോക്കിയേ, WTOയുടെ 2 ഒബ്ജക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 മാർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത്രയും പോർഷൻസ് ഇവിടെ സാർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചാൽ ആൻസർ ആയി. സോ ഇത്തരം രീതിയിലൂടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. മാർക്ക് അനുസരിച്ച് ചെയ്താൽ മക്കൾ പഠിച്ചു വെക്കണം. 2 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് അവിടെ ചോദിച്ചിട്ടുണ്ട്, 2 പോയിന്റ് എഴുതി വെക്കുക. ഇനി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 പോയിന്റ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് ഒരു ഹാഫ് മാർക്കിലും വെച്ചിട്ട് അവിടെ ഇടുള്ളൂ. അപ്പോ ഒരിക്കലും നിങ്ങളുടെ മാർക്ക് അവിടെ പോകില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ, 2021 തന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Then explain the background that led to the implementation of new economic policy in India in 1991. അതായത് 1991 ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു NEP 1991 അല്ലെ, ഈ ഒരു പോളിസി, പുതിയ സാമ്പത്തിക നയം 1991 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. നോക്കിക്കോ മക്കളെ, ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ ഇൻക്രീസ് ഇൻ ഫിസിക്കൽ റവന്യൂ ആൻഡ് current account deficit, fiscal revenue deficit ആവാം, current account deficit, then rise in price of essential goods, then foreign exchange crisis, refusal of loan by IMF and IBRD, decline in export, political instability. അപ്പോൾ മക്കളെ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ എക്കോണമിയിൽ കുറെ അധികം പോരായ്മകൾ വന്നു, ക്രൈസിസ് വന്നു അല്ലെ, പ്രശ്നങ്ങൾ വന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ് അല്ലെ, ഈ മാറ്റം ആവശ്യമാണ്. പക്ഷെ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. ഈ ഫണ്ട് വേണമെങ്കിൽ നമ്മൾ ആരുടെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ? വേൾഡ് ബാങ്ക് അല്ലെ, IMF, IBRD. IMF എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. ഈ 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ചെന്ന് ചോദിക്കേണ്ടി വന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഓർത്ത് വെക്കേണ്ടത്. കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത നോക്കി, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2021 തന്നെ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് 4 ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ. Explain the liberalization policy measures taken by the government in 1991 in the areas of industrial sector and financial sector. മക്കളെ, 2 സെക്ടേഴ്സ് ലിബറലൈസേഷൻ പോളിസിയിലൂടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നോക്കി, ഇൻഡസ്ട്രിയൽ സെക്ടറിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഇൻഡസ്ട്രിയൽ സെക്ടർ ഫസ്റ്റ് തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ നോക്കാം. എന്താ റിഫോംസ് വരുന്നത്? RBIയുടെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, റെഗുലേറ്ററിൽ നിന്നും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ CRR, SLR അതിന്റെയൊക്കെ റേറ്റുകൾ റെഡ്യൂസ് ചെയ്തെന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡീറെഗുലേഷൻ പറഞ്ഞു. പുതിയ ബാങ്ക് ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞു. ദെൻ FII അല്ലെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. ദെൻ ജൂൺ 2022 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? മെൻഷൻ ദ എയിംസ് ഓഫ് WTO. മക്കളെ, തൊട്ട് മുന്നേ കാണിച്ചിരിക്കുന്നതിൽ ഇവിടെയുള്ള ഈ ഒരു ക്വസ്റ്റ്യന്റെ ബേസിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഫിനാൻഷ്യൽ സെക്ടറിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ സാർ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് പോയിന്റ്സ് നേരത്തെ തന്നിരിക്കുന്ന പോർഷനിലേക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് നോക്കാം, മെൻഷൻ ദ എയിംസ് ഓഫ് WTO. കണ്ടല്ലോ മക്കളെ, റിപ്പീറ്റ് എയിംസ്, നമ്മുടെ WTOയുടെ എയിംസ് പിന്നെയും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 2022 21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 2022 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് നമ്മൾ എഴുതി വെച്ചേക്കുക. മെൻഷൻ ദ എയിംസ് ഓഫ് WTO എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര എണ്ണം എന്ന് ചോദിച്ചിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എത്ര എണ്ണം എഴുതണം? അത് നമ്മൾ നോക്കേണ്ടത് മാർക്ക് അനുസരിച്ചാണ്. 2 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ 4 പോയിന്റ് മാക്സിമം അവിടെ എഴുതി വെച്ചാൽ കറക്റ്റ് ഫുൾ മാർക്ക് നമ്മുടെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ 2 പോയിന്റ് എഴുതി വെച്ചാൽ മതി. പക്ഷെ നിങ്ങൾ 4 പോയിന്റ് എഴുതി വെക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ തന്നെ നമ്മൾ 1 മാർക്ക് പോലും അവിടെ കുറയില്ല. ഓക്കെ, അടുത്ത നോക്കിയേ, എക്സ്പ്ലെയിൻ ദ ടാക്സ് റിഫോംസ് ഓൺ and financial sector reforms as a part of liberalization policy measures introduced in India during 1990s. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മക്കളെ, ടാക്സ് റിഫോംസും ചോദിച്ചിട്ടുണ്ട്, then ഫിനാൻഷ്യൽ സെക്ടറിന്റെ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഫിനാൻഷ്യൽ സെക്ടറിന്റെ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ, അതും റിപ്പീറ്റ് വന്നിരിക്കുന്നതാണ്. പിന്നെ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്നതാണ് ടാക്സ് റിഫോംസ്. അത് നോക്കി പോക്കോളാം. ടാക്സ് റിഫോംസ്, റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ് റേറ്റ്സ്, കോർപ്പറേഷൻ ടാക്സ് reduced, excise duty and customs duty was also reduced, the tax norms and procedures have been simplified to encourage complaints. അപ്പോ ടാക്സിന്റെ ബേസിൽ ഉണ്ടായിരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും അവർ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തെന്നുള്ള കോൺസെപ്റ്റ് കൂടി ഓർത്ത് വെച്ചേക്കുക. ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല, ടാക്സ് റേറ്റ് ഒക്കെ അവർ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടാക്സ് റിഫോംസിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ദെൻ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സാർ എക്സ്ട്രാ ഒന്നൊരു കാണിച്ചു തന്നിരിക്കുകയാണ്. നോക്കിയത് തന്നെ പൊക്കൂട.
ഓക്കെ, ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, വിച്ച് among the following is known as വേൾഡ് ബാങ്ക്? മക്കളെ നോക്കിക്കോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2021 വന്ന ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് 2022 വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ പക്ഷേ അതിന്റെ ഫുൾ ഫോം എഴുതി വെച്ചിട്ടുണ്ട്. IMF, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഏതായിരിക്കും ആൻസർ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. യെസ്, ഏതായിരിക്കും? D, ഓപ്ഷൻ D, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. അടുത്തത് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ നോക്കാം മക്കളെ. Analyze the liberalization policy measures introduced in India as a part of new economic policy in 1991. മക്കളെ ഈ ക്വസ്റ്റ്യൻ കണ്ട ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫീൽഡിനെ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോ എല്ലാ ഏരിയാസും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും മക്കളെ. 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഏരിയാസിനും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഏത് എത്ര മാർക്കിന്റെ ആയിരിക്കും? യെസ്, ലോങ് ആൻസർ ടൈപ്പിന്റെ ആയിരിക്കും. 5 മാർക്കിന്റെ 6 മാർക്കിന്റെ, ചിലപ്പോൾ 8 മാർക്കിന്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അത് ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. സോ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ലോങ് എസ്സേ ടൈപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഫുൾ പോർഷൻസും എഴുതി വെക്കാൻ ശ്രമിക്കുക. അതെ, ഇതാണ് കീ ഏരിയാസ്. ലിബറലൈസേഷന്റെ മീനിങ് എഴുതണം, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ റിഫോംസ് എഴുതണം, ഫിനാൻഷ്യൽ സെക്ടറിന്റെ റിഫോംസ് എഴുതണം, ടാക്സ് റിഫോംസ് എഴുതുക, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ഓരോന്നിന്റെയും ബേസിൽ മിനിമം 2 പോയിന്റുകൾ നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാവണം മക്കളെ. ഓൾറെഡി കുറെ പോയിന്റ്സ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലും കൂടുതൽ പോയിന്റ്സ് നമ്മുടെ നോട്ടിലുണ്ട്. അതുകൂടാതെ ഈ പോർഷൻസ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു ഓർഡറിലായിട്ട് പോകണമെന്നില്ല, പക്ഷേ മെയിൻ ഹെഡിങ്സ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കണം. സെപ്പറേറ്റ് ഹെഡിങ് വൈസിലായിട്ട് നിങ്ങൾ അവിടെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിന്റെ ഡി ലൈസൻസിങ് പറയുന്നുണ്ട്. ഡി റിസർവേഷൻസ് ഒക്കെ നേരത്തെ നോക്കി പോയതാണ്. ജസ്റ്റ് ആ ഒരു പോർഷൻസ് ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, RBI, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് എന്നുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. CRRSLR കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് റിഫോം നമ്മളിപ്പോ പറഞ്ഞതാണ്. ഇനി നമുക്ക് നോക്കാം ഫോറിൻ എക്സ്ചേഞ്ച് റിഫോം മാത്രമാണ്. അതുകൂടി എക്സ്ട്രാ നോക്കിയേക്കാം. To resolve the balance of payment crisis, the rupee was devalued against foreign currencies in 1991. അതായത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ കറൻസിയെ ഡീവാല്യൂ ചെയ്തു. ഇങ്ങനെ ഡീവാല്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഇത് വരും, ഒരു ടെൻഡൻസി വരും അല്ലെ. റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും അതല്ലേ വാങ്ങിക്കുള്ളൂ. അങ്ങനെ റേറ്റ് കുറച്ചു, ഡീവാല്യൂ ചെയ്തു, അതിന്റെ വാല്യൂ കുറച്ച് കുറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. Then India adopted flexible exchange rate system. Flexible exchange rate system is the rate which are determined through the market forces. Flexible ആണ് അല്ലെ, അതായത് മാർക്കറ്റിന്റെ കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ച് റേറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള കോൺസെപ്റ്റ് ആണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യ എന്ത് ചെയ്തു? ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. ഇതിന് മുന്നേ എന്തായിരുന്നു അപ്പൊ ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്നത്? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസിലെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് വർ റിമൂവ്ഡ്. അതായത് നമ്മുടെ എക്സ്പോർട്സിലും ഇമ്പോർട്ട്സിലും ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് അതായത് എക്സ്പോർട്ട്, നമ്മുടെ ടാക്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, പിന്നെ അതുപോലെ തന്നെ ക്വാട്ടാസ്, ടാരിഫ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റിലൊക്കെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്ത്. ടാരിഫ് റേറ്റ്സ് വർ റെഡ്യൂസ്ഡ്, ഇമ്പോർട്ട് ലൈസൻസിംഗ് വാസ് അബോളിഷ്ഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഹസാർഡസ് ആൻഡ് എൻവയോൺമെന്റ് സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ്. ദെൻ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ് ടു ഇൻഡ്യൂസ് എക്സ്പോർട്ട്. അപ്പൊ മക്കളെ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എക്സ്പോർട്ട് ഡ്യൂട്ടീസ് അവർ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി വെക്കേണ്ടത്. മിനിമം ഒരു 2 പോയിന്റ് നിങ്ങൾ അവിടെ ഓരോ സബ് ഹെഡിങ്ങിന് നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക, ബേസ്ഡ് ഓൺ ദി മാർക്ക്. അത് മറക്കരുത് കേട്ടോ. അടുത്ത നോക്കാം, 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. Privatization of the public sector enterprises by selling off parts of the equity for the public. അതായത് പ്രൈവറ്റൈസേഷൻ ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ കീ ഏരിയാസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ ഏത് ഓപ്ഷൻ ആണുള്ളത്? ഏതായിരിക്കും മക്കളെ ഓപ്ഷൻ വരുന്നത്? യെസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ കീ ഏരിയാസ് പറഞ്ഞപ്പോൾ പ്രൈവറ്റൈസേഷന് തൊട്ട് താഴെ വന്നിരിക്കുന്ന ഒറ്റ പോയിന്റ് മാത്രമുള്ളത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. അടുത്ത് നോക്കിയോ, 2024 വന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എന്ത്? വാട്ട് ഈസ് ന്യൂ എക്കണോമിക് പോളിസി? നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എന്താ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അനലൈസ് ദ ലിബറലൈസേഷൻ പോളിസി മെഷർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. ദേ റിപ്പീറ്റ് കണ്ടല്ലോ, റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. 1991 ലിബറലൈസേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇന്ത്യയിൽ ഏതെല്ലാം ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി, എന്താണ് ന്യൂ എക്കണോമിക് പോളിസി? പറഞ്ഞിട്ടുണ്ടല്ലോ,
It is a policy introduced by the government of India in 1991 for the development of the economy. It includes a variety of policies such as liberalization, privatization and globalization. LPG, liberalization, privatization and globalization. ആ മൂന്ന് കോൺസെപ്റ്റ് മക്കളെ ഇതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. Then രണ്ടാമത്തെ കോൺസെപ്റ്റ് സാർ നേരത്തെ തന്നിട്ടുള്ള ഒരു ആൻസർ ആണ്, അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുക. മാർച്ച് 2023 ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് കേട്ടോ. Then next, അപ്പോ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എടുക്കണം. വേഗം നമുക്ക് പോകാം. ആ ചാപ്റ്ററിന്റെ പേര് നോക്കിയോ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ള കോൺസെപ്റ്റ് ആണ് പറഞ്ഞു വെക്കുന്നത്. കീ ഏരിയാസ് നോക്കിക്കോ മക്കളെ. ഹ്യൂമൻ ക്യാപിറ്റൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത കീ ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കിയോ, റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഹ്യൂമൻ capital formation in India, human capital formation in India എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഓർഗനൈസേഷൻസ് ദാറ്റ് റെഗുലേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടേഴ്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിലായിക്കോട്ടെ ഹെൽത്ത് സെക്ടറിലായിക്കോട്ടെ ഏതെല്ലാം ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഗ്രോത്ത് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യ. സോ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് കീ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ. ഇനി അതിന്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ നമുക്ക് നോക്കിയാലോ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്റ്റാൻഷിയേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിയോ, ഫിസിക്കൽ ക്യാപിറ്റൽ ഇറ്റ് മീൻസ് an organizations or non-human assets such as buildings, land, plant and machinery, furniture, electronic items, office supplies, etc. That is, every non-human asset that plays a role in production can be labeled as physical capital. Then human capital, it is classified by the attributes that employees bring to a company. It is a culmination of talent, skill, knowledge, experience, abilities, attitude, etc. അപ്പോൾ മക്കളെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ, ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്രധാന മെഷീൻസ്, ടെക്നോളജീസ്, എക്യുപ്മെന്റ്സ്, അതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ഒരു വെൽ ഏബിൾഡ് ആയിട്ടുള്ള, ടാലന്റ് ഉള്ള, നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള, അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അത്രയും ഇൻഫോംഡ് ആയിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത് കേട്ടോ. ദെൻ മറ്റേ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് എ ടാഞ്ചിബിൾ വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. അതായത് നമ്മുടെ ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്ക് കാണാനും അതുപോലെ സ്പർശിക്കാനും സാധിക്കും. ഇവിടെ ആണെങ്കിൽ നമുക്ക് അത് കാണാനൊന്നും സാധിക്കില്ല, നമുക്ക് അത് എന്താ എക്സ്പീരിയൻസ് ചെയ്യാനേ സാധിക്കുള്ളൂ. ദെൻ മൂന്നാമത്തെ നോക്കിയാൽ നമുക്ക് formation of the physical capital is an industrial process along with an economic decision taken by the entrepreneur. Formation ആണ് അല്ലേ. Then ഇവിടെ ആണെങ്കിൽ formation of human capital is not an industrial process, it is a social one. It is the result of the decision making of an entrepreneur or manager. Recruitment and training play a big role in building up human capital. Then നാലാമത്തെ നോക്കിയേ, it can be sold in the open market like any other community. It cannot be traded. It is a service that is sold. അപ്പോൾ മെഷീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ പോയിട്ട് സെല് ചെയ്യാം അല്ലെങ്കിൽ വാങ്ങിക്കാം, ബൈ ചെയ്യാം അല്ലെ. പക്ഷെ അതുപോലെ ഒരു കോൺസെപ്റ്റ് അല്ല ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ സർവീസ് നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ആ സർവീസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ അത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. അടുത്ത് നോക്കിയോ, ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓണർ. ഇറ്റ് ഈസ് എൻ ഇൻട്രിൻസിക് പാർട്ട് ഓഫ് ദി പേഴ്സൺ. അതായത് മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ആ ഓണറിന്റെ കയ്യിൽ നമുക്ക് വാങ്ങിക്കാം, അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ ടാലന്റ്, നോളജ് എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻട്രിൻസിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കോൺസെപ്റ്റ് ആണെന്നാണ് ഓർത്ത് വെക്കേണ്ടത്. Then it may be mobile apart from certain government restrictions. It cannot be easily transported like a physical capital, as the will of an individual also becomes a deciding factor for the move. അതായത് ഇപ്പൊ നമ്മൾ ഒരു മെഷീൻ ഇവിടെ ഇരിക്കുകയാണ്, ഈ മെഷീൻ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ട് വെക്കണം. അത് ആ അപ്പുറത്തേക്ക് കൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ മെഷീന്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിലോ, ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് അതിന്റെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്, ഒരു ഇൻഫർമേഷൻ അവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിഫറൻസ്. ദെൻ അടുത്തെന്താ മക്കളെ, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ഡിപ്രീഷിയേറ്റഡ് ഓയിങ് ടു ഇറ്റ്സ് റെഗുലർ യൂസ് അല്ലെ. അവരുടെ ഈ മെഷീൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, തേയ്മാനൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ആണെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഡിപ്രീഷിയേറ്റഡ് ഡ്യൂ ടു ഏജിങ്. വയസ്സാകുന്നതോടെയാണ് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. നമുക്ക് ആ ഒരു
ടെക്നോളജിയിലുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി ആയിക്കോട്ടെ, ഹെൽത്ത് സ്ട്രെങ്ത് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് കുറഞ്ഞു വരുന്നത്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിലോ യൂസ് ചെയ്യുന്നതിനനുസരിച്ചും ഇവിടെ ഏജിന്റെ അനുസരിച്ചും. അതാണ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഇവിടെ റെഗുലർ യൂസും ഇവിടെ ഏജിങ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. Then physical capital formation is mainly an economic and technical process. ഇവിടെ ആണെങ്കിലോ it is a social process. ഇതെന്താ മക്കളെ, ടെക്നിക്കൽ ആണ്, ഇത് സോഷ്യൽ പ്രോസസ് ആണ്. ഇത് ഈ ഒരു കോൺസെപ്റ്റ്, it can be separated, it is an intrinsic part, it may be mobile, it cannot be easily transported. ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ. Then അടുത്ത നോക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ക്യാൻ ദ ഗവൺമെന്റ് പ്ലേ ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് എന്തെല്ലാം റോളുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നോക്കിക്കോ, ടു എൻഷുർ ദ ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടേഴ്സ്. നമ്മുടെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും അവരുടെ ക്വാളിറ്റി മേന്മ അത് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ നമുക്കുള്ള ഗവൺമെന്റ് കൺട്രോൾ ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദ സിലബസ്, ടു എൻഷുർ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചർ എക്സെട്ര. അതായത് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ആയിക്കോട്ടെ, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കാര്യം ആയിക്കോട്ടെ, നല്ല സിലബസ്, നല്ല ടീച്ചേഴ്സ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് കൺട്രോൾ എസെൻഷ്യൽ ആക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെയോ, ഗവൺമെന്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ ചാർജിംഗ് ഫെയർ ഓർ കറക്റ്റ് പ്രൈസ് ടു ദി കൺസ്യൂമേഴ്സ്. അതായത് ഗവൺമെന്റ് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ, ഈ പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പബ്ലിക്കിന് ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിനാണോ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു എൻഷുർ, ഒരു ഉത്തരവാദിത്വം കൂടി അവിടെ നോക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ദീസ് ഫെസിലിറ്റീസ് ബി മെയ്ഡ് അവൈലബിൾ ഫ്രീ ഫോർ ദ പുവർ ക്ലാസ് who cannot afford them in order to ensure better skills and health of manpower. അപ്പോ നമ്മുടെ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക്, പുവർ ക്ലാസ്സസിനും ഇവരെ ഒന്ന് എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്, കൺസിഡർ ചെയ്യാനുണ്ട്. അവർക്കും എല്ലാ ഫെസിലിറ്റീസും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, ഇവരാരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് കൂടി ഗവൺമെന്റിന് അവിടെ നോക്കേണ്ടതുണ്ട്. ദെൻ അടുത്ത എന്താ, however the private sector will not be forthcoming in making large investment in areas of non profitable or free distribution of such services. Hence the government has an important role to play to ensure their availability. മക്കളെ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതായത് നമ്മുടെ എക്കോണമിയിൽ നമ്മൾ ക്യാപിറ്റലിസം സോഷ്യലിസം പഠിച്ചപ്പോൾ പറഞ്ഞാണ് ക്യാപിറ്റലിസത്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ലാഭമുള്ള ഏരിയയിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, പണിയെടുക്കുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ലാഭമുള്ള ഏരിയയിൽ മാത്രമേ അവർ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഇങ്ങനെ ലാഭമില്ലാത്ത ഏരിയയിൽ പിന്നെ എന്ത് ചെയ്യും? അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നീഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് അവിടെ ഒരു ലീഡിംഗ് റോൾ എടുക്കേണ്ടത്. ഗവൺമെന്റ് തന്നെ അവിടെ പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുക, ഗവൺമെന്റ് കൺട്രോൾ തന്നെ അത് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, ബെനിഫിറ്റ് അവിടെ കൊണ്ടുവരിക, സോഷ്യൽ വെൽഫെയർ അവിടെ കൊണ്ടുവരിക എന്നുള്ള കോൺസെപ്റ്റ് കൂടി ഗവൺമെന്റിന്റെ റോൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, explain the main problems of human capital formation in India. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ്. Increase in population adversely affect the quality of human capital formation in developing countries. It reduces per capita availability of existing facilities. അപ്പോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇതാണ് മക്കളെ കറക്റ്റായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസിന്റെ അവൈലബിലിറ്റി അവിടെ എന്ത് ചെയ്യും, കൂടി വരും. ഇതാണ് മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്, ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് കേട്ടോ. The process of human development is a long period policy because skill formation is time consuming. അപ്പോ ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനൊപ്പം തന്നെ പറയേണ്ടത് എന്താ, ഇതെന്താ ഒരു ലോങ് പീരീഡ് പോളിസി കൂടിയാണ്, ലോങ് പീരീഡ് പോളിസിയാണ്. അപ്പോ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് എന്താ, ഇത് കുറെ കാലം എടുക്കും ഇതൊന്ന് ആയി വരാൻ. മൂന്നാമത്തെ എന്താ, റീജിയണൽ ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി ലോവേഴ്സ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ലെവൽസ്. റീജിയണൽ അതായത് പ്രദേശത്തിന്റെ ഭാഗം, പ്രാദേശികപരമായിട്ടുള്ളതും ദെൻ ജെൻഡർ അല്ലെ, ലിംഗത്തിന്റെ പരമായിട്ടുള്ള ബേസിലും നമ്മുടെ ജെൻഡറിന്റെ ബേസിൽ, ഇപ്പോ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അതിന്റെ ബേസിലുള്ള അസമത്വങ്ങൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ലെവല് കുറയാനുള്ള കാരണമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ അടുത്ത് നോക്കി,
Migration of highly skilled labor termed as brain drain adversely affects the economic development. Brain drain എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നുണ്ട്. സോ മൈഗ്രേഷൻ ആണ് ഇവിടെ പ്രധാന വെല്ലുവിളിയായിട്ട് പറയേണ്ടത്. മൈഗ്രേഷൻ ഇവിടുത്തെ പ്രധാന പ്രോബ്ലം ആയിട്ട് പറയേണ്ടത്. മൈഗ്രേഷൻ, കുടിയേറ്റം. അപ്പോ നല്ല ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നല്ലോണം ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ തന്നെ നിൽക്കാതെ പുറത്തു പോയി ജോലിക്ക് പോകും അല്ലെ. അങ്ങനെ പോകുക എന്ന് വെച്ചാൽ എന്താ, ആ ഒരു എക്കോണമിയെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ എക്കോണമിയുടെ ഡെവലപ്മെന്റ് മാത്രമേ ബാധിക്കുള്ളൂ, നമ്മുടെ എക്കോണമി അത് ബാധിക്കില്ല. സോ ബ്രെയിൻ ഡ്രെയിൻ ആണ്, അഡ്വേഴ്സ്ലി അഫക്ട്സ് എക്കണോമിക് ഡെവലപ്മെന്റ്. എവിടെ നിന്നാണോ പോകുന്നത് ആ സ്ഥലത്ത് എന്തില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. എങ്ങോട്ടാണോ പോകുന്നത് അവിടെ ആയിരിക്കും ഡെവലപ്മെന്റ് ഉണ്ടാവുക. അടുത്ത് നോക്കിയേ, agricultural sector is neglected where the workers are not given or not given on the job training to absorb emerging new technologies. അപ്പോ ഈ പറയുന്ന ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ പറയുന്ന മറ്റൊരു പ്രശ്നം, ഒരു കാര്യം ഓർത്ത് വെച്ചേക്ക, ഇന്ത്യയിലെ ഒരു 85% ആൾക്കാർ, ഇപ്പോൾ ഒരു 75% ആൾക്കാർ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പോ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അഗ്രികൾച്ചർ സെക്ടറിനാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗ്ലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടർ ഇസ് നെഗ്ലക്റ്റഡ് ബൈ ദ വർക്കേഴ്സ് ആർ നോട്ട് ഗിവൺ ഓൺ ദ ജോബ് ട്രെയിനിങ്. അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ട്രെയിനിങ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നല്ലൊരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് അതൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. Then a substantial section cannot afford to reach higher education or expensive medical treatment for major illness. അതായത് സബ്സ്റ്റാൻഷ്യൽ സെക്ഷൻ, സബ്സ്റ്റാൻഷ്യൽ എന്ന് പറയുമ്പോൾ മക്കളെ ഓർത്തു വയ്ക്കുക, ഒരു താഴെക്കിടയിലുള്ളത്, അതായത് മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട കുറച്ച് വിഭാഗങ്ങളുണ്ട്. അവർക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാനോ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതൊന്നും എടുക്കാനുള്ള ഒരു പരിധി അല്ലെങ്കിൽ അതൊന്നും തന്നെ ഒരു ഫെസിലിറ്റീസ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇത് മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞു വെക്കേണ്ടതാണ്. അപ്പൊ അവിടെയുള്ള ഏരിയാസിലുള്ള ആൾക്കാർക്ക് കൂടി അവരുടെ ക്യാപിറ്റലിനെ, ഹ്യൂമൻ ക്യാപിറ്റലിനെ ഒന്ന് ഫോം ചെയ്യേണ്ട അവിടെ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഡൗൺ ദ മേജർ ഓർഗനൈസേഷൻസ് ദാറ്റ് റെഗുലേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഹെൽത്ത് സെക്ടർ ആയിക്കോട്ടെ. ഇവിടെ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതാ നോക്കിക്കോ മക്കളെ, in education sector NCERT ഉണ്ട്. എന്തിനാ? to ensure the quality of educational institutions in primary and secondary sector. Then AICTE, All India Council of Technical Education, that is teacher education, technical education ആണ്. Then University Grants Commission UGC, that is for higher education. Then in health sector ഏതൊക്കെ വരുന്നുണ്ട്? ICMR, Nursing Council, Pharmacy Council. ICMR എന്ന് പറയുമ്പോൾ Indian Council of Medical Research ആണ്. സോ മക്കളെ ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ the two main ways through which government's expenditure focus on education. അപ്പോ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിട്ട്, അതായത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന പ്രധാന രണ്ട് വേസ്, രണ്ട് രീതികൾ ഏതൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? ദ എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെന്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടു വേസ്, ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ആസ് എ പെർസെന്റേജ് ഓഫ് GDP. അതായത് ഗവൺമെന്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ബേസിലും അതുപോലെ തന്നെ GDPയിലേക്കുള്ള പെർസെന്റേജിന്റെ ബേസിലുമാണ് നമ്മൾ ഗവൺമെന്റ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ള കോൺസെപ്റ്റ് ആണ് ഓർത്തു വെക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് എന്താ നോക്കിയേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിൽ നമുക്ക് വന്നിട്ടുള്ള, അതായത് പ്രീവിയസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ് കൂടി നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഏതാ? 2021 വന്നിട്ടുള്ളതാണ്, സെപ്റ്റംബർ 2021. എന്താ നോക്കിയേ, which of the following is not a health indicator of a country? ഒരു കൺട്രിയുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റർ അല്ലാത്ത കാര്യം ഇതിനകത്ത് ഏതാണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണോ, ഇൻസിഡൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ, ലൈഫ് എക്സ്പെക്ടൻസി ആണോ, എംപ്ലോയ്മെന്റ് ലെവൽ ആണോ? ഇതിനകത്ത് ഏതായിരിക്കും? എംപ്ലോയ്മെന്റ് ലെവൽ ആണ്. ഹെൽത്ത് ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെടാത്ത ഒരു കോൺസെപ്റ്റ് ആണ് എംപ്ലോയ്മെന്റ് ലെവൽ. ബാക്കിയുള്ള 3 പോർഷനും എന്താണ്? നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതായത് നമ്മുടെ സോഴ്സ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ആണ് എഡ്യൂക്കേഷൻ. ഓൾറെഡി അറിയാലോ, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് സെക്ടർ ഉണ്ട്, അതായത് ഹെൽത്ത് ഉണ്ട്, ദെൻ മൈഗ്രേഷൻ, ദെൻ ഓൺ ദി ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫർമേഷൻ. 5 പോയിന്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ ഏതാ നോക്കിക്കോ, എഡ്യൂക്കേഷൻ ആണ്. People invest in education with the objective of increasing their future income. It generates technical skills and create manpower which improve the labor productivity.
it helps in controlling the population growth rate, it helps in improving the standard of living, expansion and promotion of education will leads to fast development of the economy. So മക്കളെ ഇത്രയും പോർഷൻസ് കൂടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. എഡ്യൂക്കേഷൻ രീതിയിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്, എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരു ഹ്യൂമൻ ക്യാപിറ്റലിനെ, ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, എഡ്യൂക്കേഷനിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് ഹെൽത്ത് ആണ്. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് എ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മൂന്നാമത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ഇറ്റ് ഈസ് ദ ഇൻ സർവീസ് ട്രെയിനിങ് ഗിവൻ ടു ദ വർക്കേഴ്സ് ടു ഇംപ്രൂവ് ഓർ ഷാർപ്പൻ ദെയർ സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആൻഡ് റൈസ് ദെയർ ലെവൽ ഓഫ് എഫിഷ്യൻസി ഓർ പ്രൊഡക്ടിവിറ്റി. സോ ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കുക, ദെൻ ഹെൽത്തിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് കൊടുക്കുക. ദെൻ അടുത്ത എന്താണ് മൈഗ്രേഷൻ ആണ്. അതായത് മൈഗ്രേഷൻ ഓൺ എക്സ്പെൻഡിച്ചർ ഓൺ മൈഗ്രേഷൻ ഇസ് എ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ബിക്കോസ് പീപ്പിൾ മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പീപ്പിൾ ഓൾസോ മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ് വിച്ച് ഹാവ് ഹയർ സാലറീസ് ദാൻ വാട്ട് ദേ ഗെറ്റ് ഇൻ ദെയർ നേറ്റീവ് പ്ലേസസ്. അതായത് ഒരു സ്ഥലത്ത് നമുക്ക് സാലറി കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് സാലറി കൂടുതലുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. അതാണ് മൈഗ്രേഷന്റെ കോൺസെപ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ നമുക്കുള്ള ഇൻഫർമേഷൻ ആണ്. Expenditure made to collect information about the labor market like the job vacancies, salaries, working hours, work environment, etc. is also human capital formation. This information is necessary for taking right decision in the job field. ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ പോകണം, ഏത് സ്ഥലത്തുള്ള ജോലി തിരഞ്ഞെടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച്, ആ ജോലിയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സാലറി എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാക്കണം. ഈ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇൻഫർമേഷനിലൂടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ദെൻ 2022 കോൺസെപ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് among the following facilitate the institutions that come under the health sector? ഹെൽത്ത് സെക്ടറിൽ വരുന്നതിനകത്ത് ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും? യെസ്, ICMR. ബാക്കിയുള്ളത് മൂന്നെണ്ണം നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ICMR എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഹെൽത്തിൽ വരുന്നത്. Then അടുത്ത നോക്കിയേ, what do you mean by jobless growth? Jobless growth എന്ന് വെച്ചാൽ എന്താണ്? jobless growth? It refers to the widening gap between growth and the GDP and employment. It also occurs in situation where more economic growth without employment generation. Employment generation ഇല്ലാതെ GDP-യിലെ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയാ. മക്കളെ ഓർത്തു വെച്ചോ, 2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് 2 മാർക്കിന് വരാൻ ചാൻസ്, 2 മാർക്ക്. എന്താണ് ജോബ്ലെസ് ഗ്രോത്ത്? വേറൊന്നുമില്ല മക്കളെ, ഗ്രോത്ത് റേറ്റും എംപ്ലോയ്മെന്റ് നോക്കുക. അപ്പോ ഗ്രോത്ത് കൂടുന്നുണ്ട്, എംപ്ലോയ്മെന്റ് അതിനനുസരിച്ച് കൂടുന്നില്ല. ഇതാണ് ജോബ്ലെസ് ഗ്രോത്ത്. ദെൻ അടുത്ത് നോക്കിക്കോ, analyze the sources of human capital formation in India. Repeat. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണ്? തൊട്ട് മുന്നേ, അതായത് 2021 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ അത് നോക്കുക. സെപ്റ്റംബർ 2021 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. ദെൻ മൂന്നാമത്തെ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാർച്ച് 2023 ക്വസ്റ്റ്യൻ. നോക്കിക്കോ, എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. റിപ്പീറ്റ്. കണ്ട, ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, 2023 വന്നിട്ടുണ്ട്, 2024 വന്നിട്ടുണ്ട്, 2021, 22, 23, 24 ഇത്രയും വർഷം എടുത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, 100% ആണ് വരുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. ദെൻ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് എടുക്കാം. ചാപ്റ്റർ 5 ഏതാണ് നോക്കിയേ? പോവർട്ടി. പോവർട്ടിയുടെ കീ ഏരിയാസ് ഏതൊക്കെയാ നോക്കിക്കോ. വാട്ട് ഈസ് പോവർട്ടി? അബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, റിലേറ്റീവ് പോവർട്ടി ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അർബൻ ഉണ്ട്, റൂറൽ ഏരിയയിലുള്ള പോവർട്ടി ഉണ്ട്. ദെൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പോവർട്ടി ലൈൻ എന്താണ്? കാറ്റഗറൈസിംഗ് പോവർട്ടി, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോവർട്ടി ഇല്ലേ, അത് നോക്കുക. ദെൻ വേസ് ടു മെഷർ ദ പോവർട്ടി ഉണ്ട്. ദെൻ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഹെഡ് കൗണ്ട് റേഷ്യോ ഉണ്ട്. അതായത് ഹെഡ് കൗണ്ട് റേഷ്യോ പഠിക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതായത് ടോട്ടൽ എംപ്ലോയ്മെന്റ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ 100 ആണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ദെൻ കോസസ് ഓഫ് പോവർട്ടി, ഇന്ത്യയിൽ പോവർട്ടി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദെൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവിയേഷൻ. അതിനകത്ത് പോളിസീസും പഠിക്കണം, പ്രോഗ്രാംസും പഠിക്കണം. പ്രോഗ്രാംസ് പറയുമ്പോൾ ഇതിനകത്തുണ്ടല്ലോ 3 ഹെഡിങ്ങിലാണ് പ്രോഗ്രാംസ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, പിന്നെയുള്ള എന്താ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസിന്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് ആണ്. ഇത്രയും പോർഷൻസ് ആണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ളത്. നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ വേരിയസ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. നമ്മുടെ കോസസ് എന്തൊക്കെയാണ്? റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഓവർ ഡിപെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ, ലോ പ്രൊഡക്റ്റീവ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, സ്റ്റാഗ്നേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, health technical skills,
social factors such as superstitions, caste system, etc., backwardness in healthcare sector, less growth in infrastructure sector, inequalities in the distribution of income and wealth, inefficiencies in the implementation of poverty eradication program. മക്കളെ കുറച്ച് കൂടുതൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ മാർക്ക് അനുസരിച്ച് മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 4 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6 പോയിന്റ് മിനിമം മാക്സിമം എഴുതിയാൽ മതി, അപ്പൊ അതിനനുസരിച്ച് കിട്ടിക്കോളും. ഓക്കെ മക്കളെ, സോ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കി പോവുക. അടുത്ത് നോക്കി, how can the government be intervene in eradicating poverty? പോവർട്ടിയെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് എന്തെല്ലാം രീതിയിൽ ഇന്റർവീൻ ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻവോൾവ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം, the government of India adopted a 3 major approach to poverty reduction. എന്തൊക്കെയാ? relying on growth, employment generation and income through creation of assets and work, providing minimum basic amenities to the people. It involves making public expenditure in areas like education, health, sanitation, etc., with a view to improve the standard of living of the people. അപ്പോൾ മക്കളെ, ഗ്രോത്തിനെ ഓറിയന്റ് ചെയ്തുകൊണ്ടും എംപ്ലോയ്മെന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും ബേസിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി ചെയ്യുന്നത്. അതായത് ഗ്രോത്ത്, പിന്നെന്താ എംപ്ലോയ്മെന്റ്, ദെൻ പ്രൊവൈഡിംഗ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ. ഈ 3 ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ ഇന്റർവീൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ഗവൺമെന്റ് അവിടെയുള്ള പോവർട്ടിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് സാധിക്കും. അടുത്ത നോക്കിയേ, list down the major categorization of poverty. മക്കളെ, ഇതാണ് ആ കാറ്റഗറൈസേഷൻ. ഇത്രയും പോർഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓൾവേസ് പൂർ ഉണ്ട്, യൂഷ്വലി പൂർ ഉണ്ട്, ചേർണിംഗ് പൂർ ഉണ്ട്, ഒക്കേഷണലി പൂർ ഉണ്ട്, നെവർ പൂർ ഉണ്ട്. ഈ ഒരു പിക്ചർ വിത്ത് ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ പോർഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കി പോവുക. ഓരോ കാറ്റഗറീസും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾ പോവുക കേട്ടോ. അടുത്ത് നോക്കാം, which are the self employment and wage employment program introduced by the government of India. നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഏതൊക്കെയാണെന്നാണ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നോക്കിക്കോ, സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന്റെ ഫസ്റ്റ് വൺ ആണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരാജ് യോജന. ഇത് ശരിക്കും വന്നിട്ടുള്ളത് ട്രിസം, IRDP, DWCRA, മില്യൺ വിൽ സ്കീം, ഈ 4 സ്കീമുകളോട് ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് SGSY എന്ന് പറയുന്ന സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരാജ് യോജന വന്നിട്ടുള്ളത്. പിന്നെ ഏതൊക്കെയുള്ള പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന ഉണ്ട്, PMRY ഉണ്ട്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുണ്ട്, ജവഹർ റോസ്ഗാർ യോജന, നെഹ്റു റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം MJNREGP. 2006 2005 ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, 2006 നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതാണ് ഈ വർഷത്തിന്റെ ഓർക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത് നോക്കിയോ, ലിസ്റ്റ് ഡൗൺ ദ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. അപ്പൊ നേരത്തെ നോക്കി നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് സെക്യൂരിറ്റി, അതായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ അതിന്റെ ഒരു പ്രോഗ്രാംസ്, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷണത്തിന്റെ ലഭ്യതയും അതുപോലെ തന്നെ അതിന്റെ എല്ലാം സെക്യൂരിറ്റി എല്ലാം കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഉണ്ട്, MDMS മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ ഉണ്ട്, ദെൻ അന്നപൂർണ സ്കീം AS, അന്ത്യോദയ അന്ന യോജന AAY. മക്കളെ, മിഡ് ഡേ മീൽ സ്കൂൾ, അതായത് മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ, അതായത് നമ്മളെ ഉച്ചഭക്ഷണ പദ്ധതി അല്ലെ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സോ ഫുഡ് സെക്യൂരിറ്റിയുമായി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 5 പോയിന്റ് ഇവിടെ വന്നിരിക്കുന്നത്. 5 പ്രോഗ്രാംസ് ആണത്. Then list down the major social security programs. ഇപ്പോൾ നമ്മൾ 3ാമത്തെ പ്രോഗ്രാംസിലേക്ക് കടക്കുകയാണ്. മെയിൻ ഹെഡിങ്സ് ഏതൊക്കെയാ? ആം ആദ്മി ബീമ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന, അടൽ പെൻഷൻ യോജന, ജനശ്രീ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. മക്കളെ, സോഷ്യൽ സെക്യൂരിറ്റീസ്, നമ്മുടെ സാമൂഹ്യ ക്ഷേമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും പോർഷൻസ് ആണ്, ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങളോട് ആഡ് ചെയ്ത് വെക്കേണ്ടത്. അടുത്ത നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. 2021 സെപ്റ്റംബർ 2021 വന്നുള്ള മെയിൻ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയാൽ, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആസ് എ മെഷർ ഓഫ് പോവർട്ടി വാസ് യൂസ്ഡ് ബൈ ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ് അല്ലെങ്കിൽ ആരാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു മെഷർ, പോവർട്ടിയെ മെഷർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ആരാടാ? ദാദാഭായ് നവറോജിയാണ്. മക്കളെ, നോക്കി വെച്ചോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഇനി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. നോക്കിക്കോ. രണ്ടാമത്, ലിസ്റ്റ് 22 characteristics of the poor. The poor അല്ലെ, ദരിദ്രൻ
ദരിദ്രൻ ആരാണ്, അത് ആ ഒരു ദരിദ്രന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എനി ടു എന്ന് പറഞ്ഞിട്ടുള്ളത് സാർ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും രണ്ട് പേരോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആയി. അപ്പോൾ കറക്റ്റ് നോക്കി വെക്കുക. ദെൻ അടുത്ത ഏതാ മക്കളെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോവർട്ടി വരാനുള്ള റീസൺസ്, കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പോർഷൻസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള പോർഷൻസ് ആണ്, ജസ്റ്റ് വായിച്ച് നോക്കുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയും പോർഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഓരോ പോയിന്റ് ഓരോ സെന്റൻസ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, കാര്യം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവിടെ മാർക്ക് ഫുൾ ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. മാർക്ക് അനുസരിച്ച് എഴുതിക്കോളാം. സാർ ഇവിടെ കൂടുതൽ പോയിന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള പോയിന്റ്സിൽ മാത്രം നിങ്ങൾ നോക്കി പോയാൽ മതി. ദെൻ അടുത്ത് നോക്കിയാൽ മക്കളെ, analyze different poverty alleviation programs implemented by the government of India. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? ഫസ്റ്റത്തെയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ദെൻ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഇത് മൂന്ന് നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കി പോയിട്ടുള്ളതാണ്, കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. ദെൻ അടുത്ത് നോക്കിക്കോ, 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ദേ നോക്കിയേ, റിപ്പീറ്റ് കണ്ടല്ല, സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ ബേസിൽ. ഇവിടെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ദാദാഭായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് കഴിഞ്ഞ, അതായത് 2021 ക്വസ്റ്റ്യനില് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ, ദാദാഭായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് ഏതായിരിക്കും? അപ്പോ നിങ്ങൾക്ക് അറിയാലോ, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്. Then അടുത്ത എന്താ, ഇന്ത്യ adopted a 3-dimensional approach in poverty alleviation. ഏതൊക്കെയാ മക്കളെ? Analyze the programs towards poverty alleviation, critically assess these poverty alleviation programs. അതെ, analyze the programs towards poverty alleviation. ആ മൂന്ന് പോർഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ മക്കളെ, അത് റിപ്പീറ്റ് ആയിട്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ക്രിട്ടിക്കലി അസസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കി ആ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ഇവിടെ ഒന്നൂടി കാണിച്ചു തന്നിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം ഉണ്ട്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഇതും കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. ദെൻ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാമിന്റെ ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ നോട്ട് സഫീഷ്യന്റ്, മോർ റിസോഴ്സസ് ആർ റിക്വയർഡ് ടു മീറ്റ് ആൻഡ് റെഡ്യൂസ് ദ പോവർട്ടി. ദ ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ആർ ഇൻഎഫിഷ്യന്റ് ആൻഡ് കറപ്റ്റ്. ദെൻ പ്രോഗ്രാംസ് ആർ ഫ്രോഡ് വിത്ത് leakages or filled with leakages. This kind of leakages make the program very inefficient. Benefits of some programs have been appropriated by the non-poor. അപ്പോൾ മക്കളെ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ, റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ നോട്ട് സഫീഷ്യന്റ്. അപ്പോ പോവർട്ടി അലിവേഷന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാംസ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അത്ര എഫക്റ്റീവ് ആയിട്ട് അവർക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഓരോ പ്രോഗ്രാംസിനെയും ഓരോ പദ്ധതികളെയും ഫലപ്രദമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. ദെൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ആർ ഇൻഎഫിഷ്യന്റ് ആൻഡ് കറപ്റ്റ്. ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസീസ് അല്ലെങ്കിൽ അവര് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും എന്തായിരുന്നു, കറപ്റ്റഡ് ആയിരുന്നു, അഴിമതിയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്താ, പ്രോഗ്രാംസ് ആർ ഫിൽഡ് വിത്ത് ലീക്കേജസ്. അതായത് കുറെ ലൂപ്പ് ഹോൾസ്, പോരായ്മകളൊക്കെ ഈ പറഞ്ഞ പ്രോഗ്രാമുകളിൽ ഉണ്ടായിരുന്നു. This kind of leakages make the program very inefficient. Then benefits, അതായത് ആർക്കാണ് കിട്ടേണ്ടത് അവർക്ക് മാത്രം ഈ ബെനിഫിറ്റ്സ് കിട്ടാതെ എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്ത് നോക്കിയേ, 2023 കോൺസെപ്റ്റ് ആണ്. യെസ്, റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ മക്കളെ, മൂന്ന് വർഷവും കറക്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ നമ്മുടെ ആരുടെ ആയിരിക്കും? യെസ്, ദാദാഭായ് നവറോജി. ദെൻ അടുത്ത് നോക്കിക്കോ, list any 4 causes of poverty in India. Any 4 causes, 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, 4 പോർഷൻസ്, 4 കോസസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതും റിപ്പീറ്റഡ് ആണ്. സാർ ഇത്രയും പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 2021 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓൾറെഡി സാർ അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത നോക്കാം മക്കളെ, the government adopted a 3-dimensional approach towards poverty alleviation in India. What are the 3 approaches? Analyze them. കണ്ടല്ലോ മക്കളെ, 3 അപ്രോച്ചസ് ഏതൊക്കെയാണ് അത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 അപ്രോച്ചസ് ഏതൊക്കെയാ? റിലൈങ് ഓൺ ഗ്രോത്ത് ഉണ്ട്, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ട്, പ്രൊവൈഡിംഗ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ റിലൈങ് ഓൺ ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക്, പ്രൊവൈഡിംഗ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. ഈ മൂന്നിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്, ഈ 3 എണ്ണത്തിനെയും ബേസ് ചെയ്തുള്ള അപ്രോച്ചാണ് ഗവൺമെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ 2024 നോക്കിക്കോ മക്കളെ, ദ പോവർട്ടി എലിവേഷൻ, ദ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഓഫ് കേരള. കേരളത്തിലെ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും മക്കളെ? പേര് കണ്ടിട്ടെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? യെസ്, കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ മിഷൻ ആണ് നമ്മുടെ പോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദെൻ
വാട്ട് ഈസ് പോവർട്ടി ലൈൻ? ദരിദ്ര ലൈൻ അല്ലെ, ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് പോപ്പുലേഷൻ ആസ് പുവർ ആൻഡ് നോൺ പുവർ. അതായത് ദരിദ്രനെയും ദരിദ്രരല്ലാത്തവരെയും തമ്മിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത് പോവർട്ടി ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 6ാമത്തെ ചാപ്റ്ററിലേക്ക് എടുക്കാണ് മക്കളെ. ദാ നോക്കിക്കോ, റൂറൽ ഡെവലപ്മെന്റ്. അതിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്. ദെൻ ഹൗ വി ക്യാൻ അച്ചീവ് റൂറൽ ഡെവലപ്മെന്റ് ഓർ ഹൗ വി ക്യാൻ ഡെവലപ്പ് റൂറൽ ഏരിയാസ്. Then problems faced by farmers in rural areas, need for rural credit, types of source of credit, then important source of rural credit in India, then important source അതിനകത്ത് തന്നെ ഏതൊക്കെയുള്ളത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, നബാർഡ് ഉണ്ട്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് RRBs ഉണ്ട്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് റൂറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൂറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും പോർഷൻസ് ആണ് അവിടെ വരേണ്ടത്. ദെൻ അടുത്ത ഏതാ മക്കളെ? A critical appraisal of rural banking. അതിൽ പോസിറ്റീവ് ഇമ്പാക്ട് നോക്കണം, നെഗറ്റീവ് ഇമ്പാക്ട് നോക്കുക. ദെൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കണം. അതിന്റെ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുറച്ചുകൂടി ഒന്ന് ഫലവത്താക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തെല്ലാം മെഷേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്. ഡിഫറെന്റ് സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിലുമായിട്ട് ഏതെല്ലാം ചാനൽസ് ആണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാർക്കറ്റിംഗിന്റെ രീതിയിൽ വന്നിട്ടുള്ളതെന്നാണ് അവിടെ പറയുന്നത്. അപ്നി മന്തി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഋതു ബസാറൊക്കെ അത് അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. മക്കളെ ഇതിനകത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ഓർ നോൺ ഫാം ഓർ അലൈഡ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. അതായത് ക്രോപ്പ് പ്രൊഡക്ഷൻ, ഇപ്പോ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് എങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, വൈവിധ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് എങ്ങനെ സാധിക്കും? ഒരെണ്ണം എങ്ങനെയാണ്? ഒറ്റ ക്രോപ്പ് മാത്രമല്ലാതെ ഡിഫറെന്റ് ക്രോപ്സ് അവിടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ രണ്ടാമത്തെ എന്താ? അഗ്രികൾച്ചർ മാത്രമല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് കൂടി എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇടപെടാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു വെക്കുന്നത്. ദെൻ അടുത്ത എന്താ മക്കളെ? ടൈപ്സ് ഓഫ് നോൺ ഫാം ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, അതിനകത്ത് തന്നെ അതർ ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്. അപ്പോൾ ടൈപ്സ് ഓഫ് നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസിൽ ഇത്രയും പോർഷൻസ് ആണ് പറയുന്നത്. ദെൻ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസ് ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്, അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനീഷ്യേറ്റീവ്സ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ ഗവൺമെന്റിന്റെ ഏതെല്ലാം ഇനീഷ്യേറ്റീവ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതാണ് ഏതൊക്കെ? KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്, rehabilitation package for the suffering farmers, low interest rate for agricultural loans, then writing of the loans. So മക്കളെ ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് വരാനുള്ളത്. കുറച്ച് കൂടുതൽ പോർഷൻസ് ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, എന്നാൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കി പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് എന്താ? ഡിസ്കസ് ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫാർമേഴ്സ് ഇൻ റൂറൽ ഏരിയ. ഇത്രയും പോർഷൻസ് ആണ്, ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മുടെ ഫാർമേഴ്സ് റൂറൽ ഏരിയയിൽ ഫേസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതായത് കാര്യമായി നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുക. ദെൻ ലാക്ക് ഓഫ് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഇൻഡസ്ട്രി ഓർ സർവീസ് സെക്ടർ. അതായത് നമ്മുടെ വ്യവസായ മേഖല ആയിക്കോട്ടെ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ ആയിക്കോട്ടെ, അവിടെ ഒന്നും തന്നെ എന്തില്ല, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡെപ്റ്റഡ്നെസ്, അതായത് കൂടുതലായിട്ട് ഇൻഡെപ്റ്റഡ്നെസ് വരാനുള്ള ചാൻസ് വന്നിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്നത്. പിന്നെന്താ? ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസസ് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്സ്. അഗ്രികൾച്ചർ ക്രോപ്സിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതിന്റെ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, പ്രൈസ് പെട്ടെന്ന് വിലയിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മൾ ഇന്ന് ഒരു ഇൻപുട്ട് വാങ്ങി റേറ്റ് ആയിരിക്കും ചിലപ്പോൾ നാളെ ചെല്ലുമ്പോൾ വാങ്ങിക്കാനുണ്ട് അതിന്റെ റേറ്റ് പറയുന്നത്. അപ്പൊ റേറ്റ് ചിലപ്പോൾ മാറിയിട്ടുണ്ട്, കൂടിയിട്ടുണ്ടാകാം. അതാണ് ഫ്ലക്ച്വേഷനിൽ പറയുന്നത്. പിന്നെന്താ? പ്രൈസ് ഹൈക്ക് ഓഫ് ബേസിക് ഇൻപുട്സ്, then difficulty in the marketing of agriculture product, less storage capacity or lack of warehouse facility, low public investment in agriculture. മക്കളെ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഈ പറയുന്ന ഫാർമേഴ്സ് റൂറൽ ഏരിയയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. എല്ലാ പോർഷനും കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. കൂടുതൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എളുപ്പമുള്ള പോയിന്റ്സ് നിങ്ങൾ നോക്കി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. രണ്ടാമത്തെ, why is it necessary to provide rural credit through institutional finance?
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിലൂടെ റൂറൽ ക്രെഡിറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്ത് വെച്ചേക്കുക, ഇത് ഫോർമൽ സെക്ടർ ആണ്. അതായത് നമ്മുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ, ഇതെല്ലാത്തിന്റെ രീതിയിൽ എന്തുകൊണ്ട് ഫോർമൽ സെക്ടറിന് മാത്രമായിട്ട് നമ്മൾ റൂറൽ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് നിർബന്ധിക്കുന്നു, അവരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, എന്താണ് അത്രയും നെസസറി ആയിട്ട് അവർ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ? most of the farmers in India are marginal farmers as they face time gap between sowing and harvesting. They were forced to borrow from various sources to meet their needs. Major parts of agriculture credit was handled by the village money lenders. They have financed around 93% of the credit in India in 1951, and the remaining 7% of credit was financed by the institutional credit. The private money lenders often exploited the farmers by lending them at a high rate of interest and made the farmers in debt trap. മക്കളെ, ഇത് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിനെ റൂറൽ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് നിർബന്ധിക്കുന്നു? അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. അതായത് ഫാർമേഴ്സ്, റൂറൽ ഏരിയയിലുള്ള ഫാർമേഴ്സ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് മണി ലെൻഡേഴ്സിനെയാണ്. അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിനെയാണ് അവർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. എന്താ? പെട്ടെന്ന് ചോദിച്ചാൽ പൈസ തരുന്ന അവരാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് വളരെയധികം കൂടുതലാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ്, പലിശ കൂടുതലാണ്. അങ്ങനെ പലിശ കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇവര് പിന്നെയും കടക്കെണിയിലേക്ക് ഏർപ്പെടും, അല്ലെ? ഇൻഡെപ്റ്റൻസ് പറഞ്ഞില്ലേ, കടക്കെണി. ആ കടക്കെണിയിലേക്ക് ഏർപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കുറെ പേരെന്താ ആത്മഹത്യ ചെയ്യുന്നവർക്കിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിലൂടെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിലൂടെ, നല്ല ബാങ്കുകളിലൂടെ, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ റൂറൽ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് പറഞ്ഞു വെക്കട്ടെ. ഓക്കെ, അടുത്ത് നോക്കിക്കോ. Farmers face several problems while selling their produce in the agriculture market. What were the measures taken by the government to reduce this problem? അപ്പോൾ ഫാർമേഴ്സ് അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തെല്ലാം മെഷേഴ്സ് ആണ്, എന്തെല്ലാം ഉപാധികളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ? ക്രിയേറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, railways, warehouse, godowns, cold storages and processing units, establishing cooperative marketing to provide fair prices for the products of farmers, assurance of minimum support price, providing loans at low rate of interest, establishing public distribution system to provide food grains at reasonable prices to the poor. അപ്പോൾ മക്കളെ ഓർത്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. അപ്പോൾ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ്ട് ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, നല്ലൊരു അടിസ്ഥാന സൗകര്യം അവിടെ കൊണ്ടുവരിക. റോഡ് ആയിക്കോട്ടെ, റെയിൽവേസ് ആയിക്കോട്ടെ, വെയർ ഹൗസ്, സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ കൊണ്ടുവരിക. ദെൻ എസ്റ്റാബ്ലിഷിംഗ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അല്ലെ? സഹകരണ മാർക്കറ്റുകൾ കൊണ്ടുവരിക, സഹകരണ സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ കൊണ്ടുവരിക. ദെൻ താങ്ങുവില, മിനിമം സപ്പോർട്ട് പ്രൈസ് അവിടെ കൊണ്ടുവരിക. ഓരോ പ്രൊഡക്റ്റുകൾക്കും ഒരു താങ്ങുവില നിശ്ചയിക്കുക. ദെൻ പ്രൊവൈഡിംഗ് ലോൺസ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കുറഞ്ഞ നിരക്കില് എന്ത് ചെയ്യുക? കുറഞ്ഞ പലിശ നിരക്കില് ലോൺ കൊടുക്കുക എന്നുള്ളത്. അതാണ് മറ്റൊരു പോയിന്റോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ PDS കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് PDS, അതായത് നമ്മുടെ റേഷൻ ഷോപ്പുകളൊക്കെ നമ്മളെ ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയും പോർഷൻസ് ആണ് മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞു വെക്കേണ്ടത്. കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ദെൻ അടുത്ത് നോക്കിയേ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇനീഷ്യേറ്റീവ്സ് മെയ്ഡ് ബൈ ഗവൺമെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC. നമ്മൾ പറഞ്ഞല്ലോ KCC. എന്താ KCC? It was introduced in 1998 to provide short-term loans to farmers. A passbook with cash credit facility was given to each farmer who hold a KCC. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഫാർമേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് KCC. Then low rate of interest for agricultural loans. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ലോൺസ് കൊടുക്കുമ്പോൾ അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു കൊടുക്കുക, പലിശ നിരക്ക് വളരെയധികം കുറച്ചു കൊടുക്കാനുള്ള രീതിയാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്ന ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ മക്കളെ, റീഹാബിലിറ്റേഷൻ പാക്കേജ് ഫോർ ദ സഫറിംഗ് ഫാർമേഴ്സ്. സഫർ ചെയ്യുന്ന ഫാർമേഴ്സ്, അതായത് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ പാക്കേജ്, അവരൊന്ന് ഉത്തേജിപ്പിക്കാനുള്ള പാക്കേജ് കൊണ്ടുവരിക. ദെൻ ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റീഹാബിലിറ്റേറ്റ് ദ ഡിപെൻഡൻസ് ഓഫ് ഫാർമേഴ്സ് ഹു വർ ഡ്രിവൻ ടു suicide. The package was first implemented in 31 districts in India, Kerala, Andhra Pradesh, Karnataka and Maharashtra, the states where it was first implemented.
കുട്ടനാട് പാക്കേജ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് പ്രൊജക്ട്. കുട്ടനാട്, നമ്മുടെ ആലപ്പുഴ കുട്ടനാട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടി, കുട്ടനാട് പ്ലേസ്, ആ പ്ലേസിലെ ഒരു പാക്കേജ് തന്നെ ഈ പറയുന്ന ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇപ്പോ നല്ലോണം വെള്ളം കയറുന്ന സിറ്റുവേഷൻ ഉണ്ട്, അവിടെ കൃഷിയാണല്ലോ അല്ലെ. അപ്പോൾ ആ കൃഷി അതിന്റെയൊക്കെ കോൺസെപ്റ്റിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് റീഹാബിലിറ്റേഷൻ പാക്കേജിൽ പറയുന്ന കുട്ടനാട് പാക്കേജ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം മക്കളെ. കുട്ടനാട് പാക്കേജ് ഇതാണ് കുട്ടനാട് പാക്കേജിന്റെ കോൺസെപ്റ്റ്. ദെൻ റൈറ്റിംഗ് ഓഫ് ദ ലോൺസ്, അതായത് എന്താ, ലോൺസ് ഒക്കെ എഴുതി തള്ളുക. Both central and state government took steps to write off bad debts of farmers who had no means of repayment. This helped the farmers who were on the verge of suicide, as they had no way of paying back both the loan and the interest. അതായത് തിരിച്ചടക്കാൻ സാധിക്കാതെ കുറെ ഫാമേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് ഒട്ടും അതിനുള്ള പരിധിയില്ല, ഒട്ടും കേൾപ്പില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെയുള്ള ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ ലോൺസ് ഒക്കെ എഴുതി തള്ളുന്ന ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ് നാലാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ്, അതായത് 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A system of farming that restores, maintains and enhances ecological balance. നമ്മുടെ എക്കോളജിക്കൽ ബാലൻസിനൊക്കെ റീസ്റ്റോർ ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഫാമിംഗ് സിസ്റ്റം ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും മക്കളെ? ഓർഗാനിക് ഫാമിംഗ് ആണ് സംഭവം. അതായത് ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യാതെ ട്രഡീഷണൽ വേയിൽ തന്നെ, ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ നമ്മൾ ഫാമിംഗ് നടത്തുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. 2021 ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓർഗാനിക് ഫാമിംഗ് ഗെറ്റ്സ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രസന്റ് ഡേ വേൾഡ്. ഗീവ് എനി 3 റീസൺസ്. അപ്പോ ഓർഗാനിക് ഫാമിംഗ് നമ്മൾ പറഞ്ഞല്ലോ, നല്ല രീതിയിലുള്ള, അതായത് ഒട്ടും സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത രീതിയിലുള്ള കൃഷി രീതിയാണ് ഓർഗാനിക് ഫാമിംഗ് അല്ലെ. സോ അതിന് ഇമ്പോർട്ടൻസ് വരുന്ന വർഷങ്ങളിൽ കൂടി വരികയാണ്. അതിന്റെ 3 റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ റീസൺസ്. അപ്പോൾ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. ബെനിഫിറ്റ്സ്: ഇറ്റ് അവോയ്ഡ്സ് കോസ്റ്റ്ലിയർ അഗ്രികൾച്ചറൽ ഇൻപുട്സ് സച്ച് ആസ് HYV seeds, chemical fertilizers and pesticides. It uses locally produced organic inputs which are cheaper and generate good returns. Then organic food has high nutritional value. It is labor intensive. It generates more employment. It creates income through export as it has huge demand in international market. നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് നോക്കിയാൽ മക്കളെ, അഗ്രികൾച്ചർ ഇൻപുട്ടിന് കോസ്റ്റ്ലി ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇൻപുട്ടിന് ആവശ്യമില്ല. Then it uses locally produced organic inputs. അതായത് നമ്മുടെ ലോക്കൽ ഏരിയയിൽ നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന ഇൻപുട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്, റോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. ഓർഗാനിക് ഫുഡ് ഹാസ് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫാമിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത്തരം കോൺസെപ്റ്റ് ആണ് നമ്മുടെ ബെനിഫിറ്റുള്ള രീതിയിൽ പറഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, അടുത്തത് ജൂൺ 2022 വന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. List any 2 livelihood option for the rural people other than agriculture. Agriculture മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഏതൊക്കെയാണുള്ളത്? ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അതർ ഓൾട്ടർനേറ്റ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ്. Then mention 4 measures that were initiated to improve for the agricultural marketing. Agriculture marketing improve ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 4 മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓൾറെഡി പറഞ്ഞല്ലോ, KCC, then rehabilitation package, low interest rate, writing of the debts, writing of the loans. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Then 2023 നോക്കിയാൽ മക്കളെ, ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ടു, ഇതിനകത്ത് ഹോർട്ടിക്കൾച്ചർ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അതർ നോൺ ഫാം ആക്ടിവിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടിക്കൾച്ചർ എന്നുള്ള കോൺസെപ്റ്റ്. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. Then what are the 2 aspects of diversification of agriculture productive activities? അഗ്രികൾച്ചറിനെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈവിധ്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ഓർ നോൺ ഫാം ഓർ അലൈഡ് ആക്ടിവിറ്റീസ്. Then 23 ക്വസ്റ്റ്യൻ ഏതാ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, what do you mean by agricultural marketing system and list any 3 measures initiated to improve the agricultural marketing in India. ഒന്നാമത്തെ agricultural marketing എന്താണ്? It is a process that involves assembling, storage, processing, transportation, packing, grading and distribution of different agricultural commodities. അപ്പോൾ ഒരു commodity, ഒരു പ്രൊഡക്റ്റ് അത് ഔട്ട്പുട്ട് ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ മുതൽ ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്
മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, പ്രോസസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ഗ്രേഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും അനുസരിച്ച് അതിനെ ഡിഫറെന്റ് ഗ്രേഡ് കൊടുക്കുന്നുണ്ട്, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രോസസ്സുകൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ എന്തൊക്കെയാണ് അതിന്റെ മെഷേഴ്സ്? ദേ മക്കളെ, ഈ മെഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഏത്? ഈ പറയുന്ന ഇനീഷ്യേറ്റീവ്സ്. KCC വന്നിട്ടുണ്ട്, റിഹാബിലിറ്റേഷൻ വന്നിട്ടുണ്ട്, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, റൈറ്റിംഗ് ഓഫ് ദ ലോൺസ് വന്നിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കുക, പഠിച്ചു വെക്കുക. ദെൻ അടുത്ത് നോക്കിയേ, increase in the milk production is related to ഏതൊക്കെയാണ്? ഗോൾഡ് റെവല്യൂഷൻ ആണോ, ഓപ്പറേഷൻ ഫ്ലഡ് ആണോ, ഓർഗാനിക് ഫാമിംഗ് ആണോ, ലാൻഡ് സീലിംഗ് ആണോ? മിൽക്ക് പ്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? യെസ്, ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ്. ദെൻ അടുത്ത് നോക്കിയാൽ റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. ദേ റിപ്പീറ്റ് ആണ് മക്കളെ. ഓർഗാനിക് ഫാമിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഓർഗാനിക് ഫാമിംഗ്? ആദ്യം ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എ ഹോൾ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർസ്, മെയിൻറ്റെയിൻസ് ആൻഡ് എൻഹാൻസസ് ദ ഇക്കോളജിക്കൽ ബാലൻസ്. ഇറ്റ് യൂസസ് ഓൺലി ഓർഗാനിക് fertilizers. It is eco-friendly. It helps the sustainable development of agriculture. അതായത് ഒരു സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഫാമിംഗ് മെത്തേഡ്, ഒരു രീതി കൂടിയാണ്, കൃഷി രീതി കൂടിയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. ഇത് എക്കോ ഫ്രണ്ട്ലി കൂടിയാണ്. ദെൻ അടുത്ത എന്താ? What do you mean by agriculture marketing? And list some examples for alternative channels available for agricultural marketing. Agriculture marketing എന്താണെന്നുള്ള റിപ്പീറ്റഡ് ആണ്. ദെൻ അത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണ്? ദേ പറഞ്ഞല്ലോ, അപ്നി മന്തി, ഹദാസ്പൂർ മന്തി, ഋതു ബസാർ, ഉഴവർ സാൻഡീസ്, ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോ സ്റ്റേറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കൂടി ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമുക്ക് ബിഗ് ബസാർ, ദെൻ ഫ്രഷ്, മോർ ഫോർ യു എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ എന്നുള്ള മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെ ഈ പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനലായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എടുക്കാം മക്കളെ. ചാപ്റ്റർ 7, യെസ്, എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, കീ ഏരിയാസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാ? എംപ്ലോയ്മെന്റ് എന്താന്ന് പഠിക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് അബൌട്ട് എംപ്ലോയ്മെന്റ്, GDP, GNP, നെറ്റ് എക്സ്പോർട്ട് എന്താണ്, കാറ്റഗറൈസേഷൻ ഓഫ് വർക്കേഴ്സ്. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സെൽഫ് എംപ്ലോയ്ഡ് വർക്കേഴ്സ് ഉണ്ട്, കാഷ്വൽ വേജ് വർക്കേഴ്സ് ഉണ്ട്, റെഗുലർ സാലറിഡ് വർക്കേഴ്സ് ഉണ്ട്, ദെൻ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. അതിനുശേഷം എന്താ പറയണ്ടേ? Yes, reason for rural urban differences in employment participation, reason for the lower work participation by the women, different sectors of the economy. മൂന്ന് സെക്ടേഴ്സ് ഉണ്ട്. മൂന്ന് സെക്ടേഴ്സ് കൊണ്ട് ആകെ 8 സബ് സെക്ടേഴ്സ് ആണ് മൊത്തത്തിലുള്ളത്. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ബൈ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്, ജോബ്ലെസ് ഗ്രോത്ത്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. നോക്കിക്കോ മക്കളെ, ഫസ്റ്റ് പോർഷൻ two categories of പിന്നെയുണ്ട് two categories of workforce in India. Formal sector ഉണ്ട്, informal sector ഉണ്ട്. Problems faced by the workers in informal or unorganized sector. Unemployment അല്ലേ, അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. അതിന് ടൈപ്സ് കൂടി ഉണ്ട്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് ഉണ്ട്, സീസണൽ ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്. ദെൻ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെഷർ ഉണ്ട്, അതർ മെഷർ, ഇൻഡയറക്റ്റ് മെഷർ ഉണ്ട്, അതർ മെഷേഴ്സ് ഉണ്ട്. ഇതുകൂടി ഓർത്ത് വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ കൺസിഡറിംഗ് ദ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ബേസ്ഡ് ഓൺ ജെൻഡർ, പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഈസ് മച്ച് ലോ. ഡിസ്കസ് ദ റീസൺ. അപ്പോ നമ്മൾ ജെൻഡർ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിൽ ജെൻഡർ ബേസിൽ നോക്കുമ്പോൾ വിമന്റെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവാണ്. എന്തുകൊണ്ടാണ്? എന്താണ് റീസൺ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കി വെച്ചോ. ഇൻ ഫാമിലീസ് ഡിസ്കറേജ് ഫീമെയിൽ മെമ്പേഴ്സ് ഫ്രം ടേക്കിംഗ് അപ്പ് ജോബ്സ്. അതായത് നല്ലൊരു ജോലി നേടിയെടുക്കാനായിട്ട് സ്ത്രീകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സമ്മതിക്കില്ല, അവർ ഡിസ്കറേജ് ചെയ്ത് കളയുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ കമ്പാരിറ്റീവ്ലി ലെസ് ലിറ്ററസി ആൻഡ് ആബ്സെൻസ് ഓഫ് എഡ്യൂക്കേഷൻ അമംഗ് ദ ഫീമെയിൽസ്. അവരുടെ ഇടയിൽ സാക്ഷരതയായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഒരു കമ്പാരിറ്റീവ്ലി ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ലെസ് സെക്യൂരിറ്റി ഇൻ വർക്ക് പ്ലേസ്. അവർക്ക് ഭദ്രത, സാമൂഹ്യ ഭദ്രത ഒന്നും തന്നെ, ഒരു സുരക്ഷ പോലും, സാമൂഹ്യ സുരക്ഷ പോലും അവിടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഇല്ല എന്നുള്ളതും കൂടി നമുക്കിവിടെ പറയുന്നുണ്ട്. ദെൻ ലെസ് വേജ് ദാൻ മെയിൽ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ വർക്ക് ചെയ്യുന്ന മെയിലിനും ഫീമെയിലും കിട്ടുന്നത് ഡിഫറെന്റ് വേജ് ആണ്. അത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫീമെയിലിന്റെ റേറ്റ് അവിടെ കുറവായിരിക്കും. Then cooking, child care etc. are considered as the responsibility of women. They cannot go for other job after managing it. Activities like sweeping, cooking, washing etc. are carried out by women, but they are not paid for such work. അപ്പോൾ കുറെ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള റിട്ടേൺ കിട്ടാത്തത് കൊണ്ട് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, GDP ഒക്കെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക.
ഓക്കെ, സോ ഇത്രയും പോർഷൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് കാരണം ഇത്രയും റീസൺസ് കാരണമാണ് വിമന്റെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിൽ കുറയാനുള്ള റീസൺ. ദെൻ അടുത്ത ദിവസം നോക്കിയ മക്കളെ, all economic activities are classified under 8 important sectors for the calculation of national income under the 3 main headings or categories. ഏതൊക്കെയാണ്? ഇതാണ് ആ സംഭവം. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെർഷ്യറി സെക്ടർ ഉണ്ട്. പ്രൈമറിയിൽ പറയുമ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, മൈനിങ്, ക്വാറിംഗ്, ഫിഷറീസ്. സെക്കൻഡറി ആക്ടിവിറ്റി സെക്ടറിൽ ഏതൊക്കെ വരുന്നത്? മാനുഫാക്ചറിംഗ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ. ടെർഷ്യറി സെക്ടറിലാണെങ്കിലോ ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒരു MCQ ക്വസ്റ്റ്യൻ എങ്കിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷ്യറി 3 സെക്ടേഴ്സിലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത് നോക്കാം മക്കളെ, what do you mean by jobless growth? എന്താണ് jobless growth എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് jobless growth? എംപ്ലോയ്മെന്റ് കൂടുന്നില്ല, GDP കൂടുന്നുണ്ട്, എംപ്ലോയ്മെന്റ് കൂടുന്നില്ല. ഈ കോൺസെപ്റ്റിനെ പറയുന്നതാണ് jobless growth. It refers to a phenomenon which means that the rise in GDP of the country without any increase in employment. എംപ്ലോയ്മെന്റ് കൂടാതെ GDP യിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ് ഈ കോൺസെപ്റ്റിൽ പറഞ്ഞു വെക്കേണ്ടത്. Then what do you mean by casualization of workforce? എന്താണ് casualization എന്ന് വെച്ചാൽ casualization ആണ്. casualization എന്താ? The process of moving from self-employed and regular salary jobs to casual wage work is called casualization. അപ്പോ 3 കാറ്റഗറൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 വർക്ക് ഫോഴ്സ് ടൈപ്സില് സെൽഫ് എംപ്ലോയിഡിൽ നിന്നും റെഗുലർ സാലറിയിൽ നിന്നും കാഷ്വൽ വേജ് ലേബർ ആയിട്ട് മാറുന്ന ഒരു കോൺസെപ്റ്റ്, അതാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. കാഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ദെൻ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻഫോർമലൈസേഷൻ അതും വേറൊന്നുമില്ല, ഫോർമൽ സെക്ടറിലുള്ള ആൾക്കാരുടെ എണ്ണവും ഇൻഫോർമൽ സെക്ടറിലുള്ള ആൾക്കാരുടെ എണ്ണവും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോർമൽ സെക്ടറിലെ ആൾക്കാരുടെ, അതായത് ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. It refers to continuous decline in the percentage of workforce in the formal sector and a corresponding rise in the percentage of workforce in the informal sector. Then discuss the major problems faced by the workers in the informal sector. Informal sector le our workers face ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. The process of moving from self-employment and wage employment സാലറിയുടെ കോൺസെപ്റ്റിലൂടെ കറക്റ്റായിട്ട് ഓർത്തു വെച്ചേക്കുക. ദെൻ ഇൻഫോർമൽ സെക്ടറിന്റെ കാര്യം പറയുമ്പോൾ ഓർത്തു വെക്കണം, മറക്കരുത്. ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ഓർത്തു വെക്കേണ്ട കാര്യം എന്താ? ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ്, അതായത് ഇൻഫോർമൽ സെക്ടറിന്റെ കാര്യം പറയുമ്പോൾ ഏതെല്ലാം പ്രശ്നങ്ങളാണ് അവരുടെ ഫാർമേഴ്സ് അവിടുത്തെ വർക്കേഴ്സ് അവർ ഫേസ് ചെയ്യുന്നത്. അവിടെ ജോബ് സെക്യൂരിറ്റി ആയിക്കോട്ടെ, ദെൻ കൂടുതൽ ടൈം അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ അവിടെ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇൻഫോർമൽ സെക്ടർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ, അൺഓർഗനൈസ്ഡ്. പിന്നെ അവിടെ ഗവൺമെന്റ് റൂൾസ് റെഗുലേഷൻസ് ഒന്നും തന്നെ അവർ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു ജോബ് സെക്യൂരിറ്റി ഈ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്ത് നോക്കിയാൽ നമുക്ക് ഡിഫൈൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ടൈപ്പ്. എന്താണ് അൺഎംപ്ലോയ്മെന്റ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? The unemployment ഉണ്ടല്ലോ, it is a situation in which people are willing to work but work is not available. Economists define an unemployed person as one who is not able to get employment for even 1 hour in half a day. മക്കളെ വേറെ ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. അതായത് നമുക്ക് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ജോലി കിട്ടുന്നില്ല. ഇതാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഓർത്ത് വയ്ക്കുക. അപ്പൊ എക്കണോമിക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു പകുതി ദിവസം എടുക്കുക, അതിനകത്ത് 1 മണിക്കൂറെങ്കിലും ജോലി ചെയ്യാൻ അയാൾക്ക് സാധിച്ചില്ലെങ്കിൽ അയാളെയാണ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺ ആയിട്ട് എക്കണോമിസ്റ്റുകൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിരിക്കുന്നത്. ടൈപ്സ് നോക്കിയോ. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഇത് വായിച്ചൊക്കെ കിട്ടും. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എന്താണോ അൺഎംപ്ലോയ്മെന്റ് ആണ് സാർ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. വി ആർ റെഡി ടു ഡൂയിങ് ദ വർക്ക് ബട്ട് ദ വർക്ക്സ് ഈസ് നോട്ട് അവൈലബിൾ. ജോബ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാണ്, പക്ഷേ അതിനുള്ള നമുക്ക് അനുസരിച്ചുള്ള ഒരു ജോബ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് എന്താ? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്, ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ്. എന്താ? ദ നമ്പർ ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ വർക്ക് ഫോഴ്സ് ഈസ് മോർ ദാൻ what is needed for the work. It can be seen more in agriculture sector. More people are working on a piece of land than required. They do not contribute to productive work and even if withdrawn do not result in a fall in output. അതായത് കൂടുതൽ ആൾക്കാർ, എത്രയാണോ ആൾക്കാർ വേണ്ടത്, ഇപ്പൊ
ഒരു ഏരിയ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് നിൽക്കാൻ പറ്റുന്ന എത്രയാ? 1 2 3 4 5 6 പേർക്ക് ഇവിടെ മര്യാദക്ക് നിന്നുകൊണ്ട് പണിയെടുക്കാം അല്ലെ. ഇതിനകത്ത് ഇപ്പൊ 6 പേരുണ്ട്. ഇത് കൂടാതെ ഒരു 10 പേര് കൂടി എക്സ്ട്രാ വരാണെന്നുണ്ടെങ്കിലോ ഈ 16 പേരായിപ്പോ അല്ലെ. ഈ 16 പേർ കൂടി ഇതിന്റെ ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും മക്കളെ? ഇല്ല. ഇതാണ് പ്രശ്നം. അപ്പോ അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിൽ പറയുന്നത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ഹിഡൻ ആണ് കേട്ടോ. ഇതിനകത്ത് നിന്ന് കുറച്ച് പേര് മാറ്റി. ഇപ്പൊ 16 പേരുണ്ട്. ഈ 16 പേര് 5 പേര് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാലും എന്തുണ്ട്? ബാക്കി എത്ര പേരുണ്ട്? 9 പേരില്ലേ മക്കളെ? ഈ 9 പേരുണ്ടെങ്കിലും അവിടെ എന്ത് തന്നെയാണ്? ഔട്ട്പുട്ടിന് കാര്യമായിട്ടുള്ള ഡിഫറൻസ്, ചേഞ്ചസ് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കണേ. അടുത്തെന്താ? സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ദിസ് ഓക്കേഴ്സ് ഡ്യൂ ടു ദ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. വേറെ ഒന്നുമില്ല, സീസൺ ആണ്. സീസണിൽ മാത്രമേ അവർക്ക് അവിടെ എന്തുണ്ടാവുള്ളൂ? ജോബ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത സീസണിൽ എന്തായിരിക്കും? ഓഫീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനകത്തൊക്കെ ആ സമയത്തൊക്കെ എന്തായിരിക്കും? അവർക്ക് ജോലി ഉണ്ടാവില്ല. അപ്പൊ അവർ അൺഎംപ്ലോയ്ഡ് ആയിട്ട് മാറും. അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ദിസ് ഓക്കേഴ്സ് ഇൻ ആൻ എക്കോണമി ഡ്യൂ ടു ദി ചേഞ്ചസ് ഇൻ ടെക്നോളജി. അൺഎംപ്ലോയ്മെന്റ് റിസൾട്ടിംഗ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ഇസ് ആൻ എക്സാമ്പിൾ. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ നോക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വേറെ ഏത് ഫീൽഡ് നോക്കിയാലും പുതിയ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായി ബേസ് ചെയ്തുകൊണ്ട് അല്ലെ അതിനെ വർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഫയർ ഔട്ട് ആവും. അതായത് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഇതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് പറയുന്നത്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. 2020 ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ? വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ. ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? യെസ്, ഫസ്റ്റത്തെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻടു 100. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻടു 100 ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോയുടെ കറക്റ്റ് ഫോർമുല ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. Then find 2 examples each for the categories self-employed, regular salaried employees and casual wage to laborers. Casual wage എന്നാണ് കേട്ടോ. നോക്കി വെക്കാം. അപ്പോൾ casual wage okay, casual wage laborers. ഇതിനകത്ത് ഈ 3 കാറ്റഗറീസിനും ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്ഡ് ഏതാ? ലോയേഴ്സ്, ഗോൾഡ് സ്മിത്ത് എക്സെട്ര. റെഗുലർ സാലറി എന്ന് പറയുമ്പോൾ ടീച്ചർ ഉണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. ദെൻ കാഷ്വൽ വേജ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ഫാർമേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എക്സെട്ര. സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്ത് വെച്ചോളണം, സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുന്ന ആൾക്കാരെയാണ്. അതായത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെയാണ് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറയാ. റെഗുലർ സാലറി എന്ന് പറഞ്ഞാൽ റെഗുലർ സാലറീഡ് എന്ന് പറഞ്ഞാലോ ഒരു റെഗുലർ ആയിട്ട് സാലറി കിട്ടുന്ന ഒരു ജോബിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് റെഗുലർ സാലറി എന്ന് പറയാ. കാഷ്വൽ വേജ് എന്ന് വെച്ചാലോ പണിയെടുക്കുന്നതിന് മാത്രം അല്ലെങ്കിൽ ജോലി എടുക്കുന്നതിന് മാത്രം നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? എമൗണ്ട് ഏർണിങ്സ് കിട്ടുന്നുള്ളൂ. അതായത് അല്ലാത്ത സമയത്ത് ഇപ്പോ ഒരു ദിവസ കൂലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കാഷ്വൽ വേജ് ലേബേഴ്സിന്റെ മെയിൻ ആയിട്ട് കോൺസെപ്റ്റിൽ പറഞ്ഞു വെക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്ത് നോക്കിയോ, 2021 ക്വസ്റ്റ്യൻ ആണ്. പേഴ്സൺ ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ആൻ എന്റർപ്രൈസ് ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ്. നോക്കി, സ്വന്തമായിട്ട് അതായത് ഒരു ജീവനോപാധിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് അത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പേഴ്സൺ നമ്മൾ ഇതിനകത്ത് എന്തായിട്ടാണ് പറയുന്നത് മക്കളെ? ഏതായിരിക്കും? സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും. ദെൻ അടുത്ത് നോക്കിയാൽ ജൂൺ 2022 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ജോബ്ലെസ് ഗ്രോത്ത്? ജോബ്ലെസ് ഗ്രോത്ത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ? GDP കൂടുന്നുണ്ട്, എംപ്ലോയ്മെന്റ് കൂടുന്നില്ല. റൈസ് ഇൻ GDP ഓഫ് ദ കൺട്രി വിത്തൗട്ട് എൻ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഇസ് നോൺ ആസ് ജോബ്ലെസ് ഗ്രോത്ത്. ദെൻ അടുത്ത നോക്കാം, 2022 തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻടു പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ രീതിയിലാണ് അത് വരിക. പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയുള്ള? അഗ്രികൾച്ചർ ഉണ്ട്. സെക്കൻഡറി സെക്ടറിൽ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ് വരുന്നുണ്ട്. സർവീസ് സെക്ടറിൽ പറയുമ്പോൾ ഏതാ? ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്. ഈ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. വരാൻ ചാൻസ് ഉള്ള ഇതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ MCQ ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, 2023 പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ്. കണ്ടല്ലോ, പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. റിപ്പീറ്റ് ഏതാ? മൈനിങ് ആൻഡ് ക്വാറിങ്. ദെൻ അടുത്ത് നോക്കിയോ, റൈറ്റ് ദ സ്യൂട്ടബിൾ എക്കണോമിക് ടേം ഫോർ ദ ഫോളോയിങ്. ഈ പറയുന്ന ടേംസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഹെഡിങ് കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഇൻടു 100. എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്? ഏതായിരിക്കും? യെസ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ദെൻ രണ്ടാമത് നോക്കിയേ, വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ആൻ എന്റർപ്രൈസ് ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ്. നമ്മൾ ഏറ്റവും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതാ സെൽഫ് എംപ്ലോയ്ഡ് ആണ്. ദെൻ പ്രോസസ് ഓഫ് മൂവിംഗ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറി എംപ്ലോയ്മെന്റ് ടു ക്യാൻസൽ വേജ് വർക്ക് ഈസ് കോൾഡ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. എംപ്ലോയ്മെന്റ് കാഷ്വൽ ആണ് കേട്ടോ, ക്യാൻസൽ അല്ല, കാഷ്വൽ ആണ് കേട്ടോ. കാഷ്വൽ
കാഷ്വൽ വേജ് വർക്ക്, ദാറ്റ് ഇസ് കോൾഡ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. മക്കളെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, ഇതും ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ സാറ്, ഈ ജോബ്ലെസ് ഗ്രോത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആയിക്കോട്ടെ, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, ഡെഫിനിഷൻ അടക്കം പഠിച്ചു വെക്കണം കേട്ടോ. 2024 ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ദ പ്രോസസ് ഓഫ് മൂവിംഗ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെന്റ് ടു കാഷ്വൽ വർക്ക് ഈസ് കോൾഡ്. ഏതായിരിക്കും ഈ പറയുന്ന കോൺസെപ്റ്റിൽ ഏതാണ് മൂവ്മെന്റ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെന്റ് ടു കാഷ്വൽ വർക്ക്? തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട സെയിം കാര്യമാണ്. ഏതായിരിക്കും ആൻസർ? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. സോ മക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇത്രയും കഴിഞ്ഞു. ഇതാ നോക്കിക്കോ, ലാസ്റ്റ് എൻഡ് കഴിഞ്ഞു. പൊളിച്ചു അല്ലെ, വെരി ഗുഡ്. യെസ്, അപ്പോൾ നമ്മൾ 7 ചാപ്റ്റർ നമ്മൾ ഈ ഒരു ഇത്ര നേരം കൊണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കീ ഏരിയാസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് നോക്കി പോകാം മക്കളെ. സോ നന്നായിട്ട് പഠിച്ചു നോക്കോ, അടിപൊളിയായിട്ട് ഇത് എഴുതാൻ പറ്റട്ടെ. ഓൾ ദ വെരി 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 ബെസ്റ്റ്. ഓക്കെ, ടാറ്റാ.